അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ട് ലോകം മുഴുവനും വിവിധ സ്ഥലങ്ങളിൽ ജാഗ്രതയോടെ ഇരിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന വലതുകരം ആണിപ്പെടുന്ന അത്ഭുതകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും
നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഞാൻ സിംഗപ്പൂർ ധ്യാനിപ്പിക്കാൻ പോയെന്നാണ്. അപ്പോൾ നേരത്തെ 3-ാം ദിവസം ആരാധന നടന്നിട്ട് സമയത്ത് കർത്താവ് എന്നോട് പറഞ്ഞു, എമ്മാവുസിൽ എല്ലാവരും കുർബാന സ്വീകരിച്ചേ. എവരിബഡി ലാസ്റ്റ് നിമിഷം എല്ലാവരും കുർബാന സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുർബാന സ്വീകരിച്ചതിൻ്റെ ഒരു അന്തരീക്ഷത്തിലും ആ അഭിഷേകത്തിലും കർത്താവ് എന്നോട് ഒരു പ്രാർത്ഥന തന്നെനിക്ക്. അത് എമ്മാവുസ് ശിഷ്യന്മാരെ അനുബന്ധിച്ച് നടന്ന വലിയ ആധ്യാത്മിക അനുഭവമാണ്. അത് ലൂക്ക 24:29. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടെ താമസിക്കുവാൻ കയറി. ഇത് ആ സമയത്ത് പറഞ്ഞപ്പോഴേ ഈശോ പറഞ്ഞത്, നേരം വൈകുന്ന കുറേ മനുഷ്യരുണ്ട് ഇവിടെ PR കിട്ടാനായി. 30 വർഷമൊക്കെ PR കിട്ടാത്തവരുണ്ട്, പെർമനന്റ് റെസിഡൻസ്. വിവാഹം ഒത്തുവരാത്ത മനുഷ്യരുണ്ട്. 10-33 വയസ്സായിട്ടും ജീവിത പങ്കാളില്ലാത്തവർ, മക്കളില്ലാത്തവരുണ്ട്. അവർക്ക് നേരം വൈകുന്നുണ്ട്. 8 കൊല്ലം 9 കൊല്ലമായിട്ടും മക്കളില്ല അവർക്ക്. 10 കൊല്ലമായിട്ട് ജോലി കിട്ടാത്തവർ ഞാൻ അവിടെ കണ്ടു. നേരം വൈകുന്നു. അപ്പം ഇങ്ങനെ ജീവിതത്തിൻ്റെ നിർണായകമായ ഘട്ടങ്ങൾക്ക് നേരം വൈകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഏറ്റവും വലിയ പ്രാർത്ഥനയാണത്. ലൂക്ക 24:29. അവർ അവനെ നിർബന്ധിച്ചു. പണ്ട് കർത്താവാണ് നമ്മളെ നിർബന്ധിച്ചത്. ഓർക്കുന്നുണ്ടോ? ഈശോ അപ്പോസ്തലന്മാരെ നിർബന്ധിക്കുന്നൊരു ഭാഗമുണ്ട്. ഞാനീ പന്തിയിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. മറുകരയ്ക്ക് പോകാൻ അപ്പോസ്തലന്മാരെ നിർബന്ധിച്ചു എന്ന്. അതൊരു പരിചരണമായിരുന്നു. ഒക്കെ പറയണത്, നേരം വൈകുന്നു, അവൻ ഞങ്ങളോടൊത്ത് വസിക്കാൻ, ഞങ്ങളോടൊത്ത് താമസിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരവനെ നിർബന്ധിച്ചു. അപ്പം പ്രാർത്ഥനയിൽ ചിലർ നിർബന്ധമായിട്ടൊക്കെ പ്രാർത്ഥിക്കുമ്പോഴേ എനിക്ക് ദേഷ്യം വരും. ഒരു സാക്ഷ്യം കേൾക്കും, ഞാൻ കർത്താവിനെ നിർബന്ധിച്ചു, കാലക്കെട്ടി വീണുന്ന വിധത്തിൽ ഞാൻ കർത്താവിനെ ഇരിക്കാൻ അനുവദിച്ചില്ലെന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ പറയാം. പക്ഷേ അത്രയും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ചുമ്മാ വായിട്ട് നോക്കി തെക്ക് വടക്ക് നടന്നു വെച്ചും കർത്താവിനെ നിർബന്ധിക്കുന്നൊരു കാര്യമില്ലേ. അതാണ് എനിക്ക് ചില ദേഷ്യം വരുന്നത്. പക്ഷേ ദൈവത്തിന് വേണ്ടി ജീവിച്ചതിന് ശേഷം സത്യസന്ധമായൊരു കാര്യത്തിന് വേണ്ടി നമുക്ക് ദൈവത്തെ നിർബന്ധിക്കാൻ തെറ്റില്ല. അതാണ് ഇവർ ചെയ്തത്, അമാവാസ്യ ശിഷ്യന്മാർ. പക്ഷേ എൻ്റെ വിഷയം അതല്ല. കർത്താവ് എന്ന് സിംഗപ്പൂർ വെച്ച് പറഞ്ഞത്, എന്തെങ്കിലും കാര്യത്തിന് താമസിച്ചു പോയാൽ, ജീവിതം, വീട്, ജോലി, വിവാഹം, ഇനി മാനസാന്തരം, എന്തെങ്കിലും കാര്യത്തിന് താമസിച്ചു പോയാൽ, ഉടമ്പടി എടുത്തിട്ടും നമ്മൾ ശരിയാകുന്നില്ല, വൈകുന്നു, ദൈവാനുഭവത്തിന് വൈകുന്നു എന്ന് തോന്നിയാൽ പിന്നെ ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. എന്താണ്? നാഥ, ഞങ്ങളോടൊത്ത് താമസിക്കുക, നിൻ്റെ അനുഗ്രഹങ്ങളല്ല വേണ്ട, ഞങ്ങൾക്ക് നിന്നെയാണ് വേണ്ടതെന്ന്. അപ്പോൾ ഉടമ്പടി പക്കായിട്ട് പാലിച്ചു കഴിയുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് പകരം ദൈവത്തെ തന്നെ കിട്ടും. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അത് ഈശോ തന്നെ നമ്മൾ നിന്നുകൊണ്ട് അവൻ്റെ പ്രവൃത്തികൾ ചെയ്യും, വലിയ കാര്യങ്ങൾ ചെയ്യും. വൈകുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് അനുഗ്രഹിക്കണമെന്നല്ല, മറിച്ച് ഞങ്ങളുടെ കൂടെ താമസിക്കണേ. അമ്മയുടെ ഈ പ്രത്യക്ഷീകരണ വേളയിൽ സാക്ഷിയാക്കിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഏറെ സ്നേഹത്തോടെ 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ പേര് അനീഷ് വി ചാക്കോ, എൻ്റെ മോള് റിയോണ അനീഷ്. ഞങ്ങൾ താമരശ്ശേരി രൂപത വാലില്ലാപ്പുഴ ഇടവകാംഗമാണ്. ഞങ്ങൾക്കുള്ള സാക്ഷ്യങ്ങൾ എൻ്റെ കൂട്ടുകാരൻ വഴിയാണ്. 2019 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം 2025 ജൂൺ 17 ഞാനിവിടെ ഉടമ്പടി എടുത്തു. അതിനുശേഷം ഉടമ്പടിയിലൂടെ കിട്ടിയ ഈ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. 10 വർഷത്തോളമായി എൻ്റെ സ്ഥലത്തിന് തരം മാറ്റി ലഭിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പലരെയും കാണും, കലക്ടറെ കാണും, കലക്ടറുടെ PA കാണും, മന്ത്രിയെ കാണും, മന്ത്രിയുടെ PA കാണും, എല്ലാവരെയും കണ്ടാലും ആരും ഒന്നും പറയുകയില്ല.
അങ്ങനെ ഞാനിത് ഉടമ്പടിയിൽ വെച്ചു. അവിടെ വെച്ച് പ്രാർത്ഥിച്ച് കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഈ സംഭവങ്ങളൊന്നും നടക്കുന്നില്ല. ആദ്യത്തെ 90 ദിവസം അങ്ങനെ കഴിഞ്ഞു. രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് എനിക്ക് 6 എന്ന അക്കം എനിക്കിങ്ങനെ കാണിച്ചു തരികയാണ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അതിൽ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം വൈഫ് എന്നോട് പറയുകയാണ്, നമുക്ക് കലക്ടറെ കാണാൻ പോയാലോ എന്ന് വെച്ചു. അങ്ങനെ ഞാൻ കലക്ടറെ കാണാൻ വേണ്ടി ഞാനൊരു അപ്പോയിൻമെൻ്റ് എടുത്തു. കലക്ടറുടെ ഓഫീസിൽ ചെന്നു. അന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ കലക്ടറെ കണ്ടു. കലക്ടർ പറഞ്ഞു, ഇത് ഞാൻ ഒക്ടോബർ 6-ാം തീയതി ഞാനിത് സൈൻ ചെയ്ത് തഹസീൽദാറുടെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ തഹസീൽദാരെ പോയി കണ്ടു. തഹസീൽദാർ 16-ാം തീയതി ഇത് ഞാൻ ഒപ്പുവെച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളുടെ വില്ലേജ് ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടുന്ന് വീണ്ടും വന്ന് വില്ലേജ് ഓഫീസറെ പോയി കണ്ടപ്പോൾ വില്ലേജ് ഓഫീസർ എന്നോട് പറഞ്ഞു, 26-ാം തീയതി വില്ലേജ് ഓഫീസർ എനിക്ക് ഇത് സാങ്ഷൻ ചെയ്ത് തരികയും ചെയ്തു. അങ്ങനെ 6 എന്നുള്ള അമ്മയുടെ മഹത്വപൂർണ്ണമായ നമ്പർ എനിക്ക് യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു. അവിടെ ഞാൻ ഉടമ്പടി വസ്തുക്കളായ ഉപ്പ് ഇവിടുന്ന് വെഞ്ചരിച്ച കാശുരൂപം കൊണ്ടുപോയിരുന്നു. അത് ഞാൻ വീടിൻ്റെ സ്ഥലത്തിൻ്റെ 4 മൂലയിലും കുഴിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അതിൻ്റെ ഫലമായിട്ടാണ് 6 എന്ന അക്കത്തിലൂടെ എന്നെ മാതാവ് ശക്തമായ രീതിയിൽ അനുഗ്രഹിച്ചത്. ഇപ്പോൾ അതിന് ചുറ്റുവട്ടമുള്ള സ്ഥലങ്ങളെല്ലാം അതിനുശേഷം അവിടെയെല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് മാതാവ്. എൻ്റെ ബാലൻസായിട്ട് ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളും നടന്നു കിട്ടിയിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ വലിയ സാക്ഷ്യം എന്നുള്ളത്. അതേപോലെ തന്നെയാണ് രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാനിവിടെ ഉടമ്പടി എടുത്ത അന്ന് തന്നെ എനിക്ക് മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ മണം, അതിശക്തമായ മണം ഇവിടെ നിന്ന് ലഭിക്കുകയുണ്ടായി. ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ പലരോടും ചോദിച്ചു, മുല്ലപ്പൂവിൻ്റെ മണം ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അതിനുശേഷം വീട്ടിൽ നിന്നും ഒരു പ്രാവശ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ശരീരത്തിൽ ഭയങ്കരമായ ചൊറിച്ചിലുണ്ടായിരുന്നു. 3 മാസത്തോളം ഞാൻ മരുന്ന് കഴിച്ചു, അതിനൊരു കുറവുമില്ല. അങ്ങനെ ഒരു ദിവസം ഉടമ്പടി ധ്യാനം നടക്കുന്ന സമയത്ത് അച്ഛൻ ശരീരത്തിൽ ബുദ്ധിമുട്ടുള്ളവർ ആരാധന സ്ഥലങ്ങളിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെ ഞാനത് കൈവച്ച് പ്രാർത്ഥിച്ചു. എന്ന് പോയി എന്നറിയത്തില്ല, ഉടമ്പടി വസ്തുക്കളും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. എന്ന് പോയി എന്നറിയുന്നില്ല. അതിനുശേഷം ഒരു 7 മാസമായിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒരു സംഭവം തന്നെ എൻ്റെ ശരീരത്തിലുള്ളതായിട്ട് എനിക്ക് അറിവുള്ളതില്ല. രണ്ടാമതായിട്ടുള്ളത്, മോൾക്ക് എന്നും തലവേദനയായിരുന്നു. സ്കൂളിൽ പോകുന്ന സമയത്ത് മിക്കവാറും ദിവസങ്ങളിൽ തലവേദനയായിരിക്കും. സൗണ്ട് പ്രശ്നം, സ്കൂളിൽ ടെൻഷനാണോ എന്നറിയത്തില്ല. അങ്ങനെ ജോസഫ് അച്ഛൻ ഇങ്ങനെ പറയുണ്ടായി, തലവേദനയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഞാൻ മോളുടെ തലവേദനയ്ക്ക് ഞാൻ അച്ഛൻ്റെ ധ്യാനത്തിൻ്റെ ഇടയിൽ മോളുടെ ചിത്രം മനസ്സിൽ കണ്ടുകൊണ്ട് അവളുടെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൾക്ക് തലവേദന ഇപ്പം നിശേഷമില്ല എന്ന് പറയാം. അത് ദൈവമാതാവ് എടുത്തു മാറ്റി തന്നിട്ടുണ്ട്. പ്രത്യേകം നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ എന്ന് പറയുന്നത് നല്ല അഹങ്കാരമുള്ള ഒരാളായിരുന്നു ഞാൻ. ആത്മീയ ജീവിതത്തിൽ നല്ല അഹങ്കാരം. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ രൂപതയുടെ സെക്രട്ടറിയാണ്. ഞാൻ പല കാര്യങ്ങളിലൂടെയും രൂപതയിലൂടെ വളർന്നു വന്നയാളാണ്. മിഷൻ ലീഗ് തൊട്ട് ഏകദേശം എല്ലാ സംഘടനകളിലും ഞാൻ പ്രവർത്തിച്ച് വന്ന രൂപതയിലെ സെക്രട്ടറി ആയ ആളാണ്. അത് കാരണം നല്ല അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. അത് എന്നെ മാതാവ് എളിമപ്പെടുത്താൻ സാധിച്ചു. എനിക്ക് മാതാവിലൂടെ തന്നെ എൻ്റെ ജീവിതം എളിമപ്പെടുത്താൻ സാധിച്ചു എന്ന് പറയും. ആരെന്ത് ചെയ്താലും എനിക്കതിന് കുറ്റം ഉണ്ടായിരുന്നുള്ളൂ. ആരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല, ഞാൻ തന്നെ ചെയ്താലേ ശരിയാവുകയുള്ളൂ. അതെല്ലാം മാറി ഇപ്പോൾ ഞാൻ മെല്ലെ പുറകിലേക്ക് മാറി നിന്ന് മറ്റുള്ളവരെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ നല്ലോണം വഴക്ക് പറയും, ചീത്ത വാക്കുകൾ പറയും, തെറിയൊക്കെ പറയുമായിരുന്നു. ഈ ഉടമ്പടിക്ക് ശേഷം എനിക്ക് ചീത്ത വാക്കുകളോ ദേഷ്യങ്ങളോ ഒന്നുമില്ല. ഞാൻ സാധാരണ നല്ലൊരു ജീവിതം നയിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. കൂട്ടുകാരൊക്കെ പറയാൻ തുടങ്ങി, എൻ്റെ വൈഫടക്കം പറയാൻ തുടങ്ങി, നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളുണ്ട് ഉടമ്പടിയിലൂടെ പോകുന്നത് കൊണ്ട് എന്ന് പറയാൻ തുടങ്ങി. നല്ല അടുക്കും ചിട്ടയായ ജീവിതം. കുടുംബ പ്രാർത്ഥനയിൽ ഞാൻ ഏകദേശം ഒരു 5-6 വർഷമായിട്ട് പങ്കെടുത്തിട്ടേ ഇല്ല, എൻ്റെ ഓർമ്മയിലില്ല. പക്ഷേ ഞായറാഴ്ച ദിവസം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. അല്ലാതെ ഞാൻ അങ്ങനെ ശനിയാഴ്ച ദിവസം പറ്റുവാണെങ്കിൽ പോകും. പക്ഷേ ഇപ്പോൾ എനിക്ക് വിശുദ്ധ കുർബാന ഇല്ലാതെ ഒരു ദിവസം പറ്റിയല്ല. കാരണം ഞാൻ കൃഷിക്കാരനാണ്. എനിക്ക് റബ്ബർ വെട്ടാനുണ്ട്. രാവിലെ 3 മണിക്ക് പോയി വെട്ടി
വന്നതിന് ശേഷമാണ് ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോവുക, അതിന് ശേഷമാണ് പാലെടുക്കാൻ പോവുക. എല്ലാം മാതാവ് ക്രമമായിട്ട് എന്നെ നടത്തുന്നുണ്ട്. യാതൊരു കുഴപ്പമില്ല. അച്ഛൻ്റെ ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും കൂടാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. എന്ത് പരിപാടി ഉണ്ടെങ്കിലും എനിക്ക് വീട്ടിലേക്ക് ആരെങ്കിലും ആ സമയത്ത് വരുന്നതൊക്കെ ലേശം മുറുമുറുപ്പാണ്. കാരണം അച്ഛൻ്റെ ധ്യാനം നടക്കുമ്പോൾ ആരെങ്കിലും വന്നാലൊക്കെ എനിക്കത് കേൾക്കാൻ, ലൈവായിട്ട് ആ സമയത്ത് കേൾക്കാൻ, പിന്നീട് കേൾക്കുന്നേക്കാളും എനിക്കിഷ്ടമാണ് അപ്പോൾ കേൾക്കുന്നതാണ്. ആ കേൾക്കാനുള്ള ആവേശത്താൽ ആരെങ്കിലും വന്നാലൊക്കെ എനിക്കൊരു ചെറിയ ഒരു സങ്കടമൊക്കെ വരും. പക്ഷേ എന്നാലും ഞാൻ ആ സമയത്ത് അത് കേൾക്കുന്നുണ്ട്. അച്ഛൻ്റെ പ്രാർത്ഥന എല്ലാം നടക്കുന്നുണ്ട്. ദേഷ്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് അസാധാരണ ദേഷ്യമായിരുന്നു. പെട്ടെന്ന് ചൂടാകുക, അവരോട് എന്താ പറയുക എന്ന് പറയാൻ പറ്റില്ല. വായി വരുന്നതെല്ലാം പറയും. ആ സമയത്ത് അവർ കരഞ്ഞിട്ടുണ്ട്. അത്രയേറെ ചീത്ത വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം മാറി ഇപ്പോൾ അവരെ സോഫ്റ്റായിട്ട് എല്ലാവരെയും ഒരേ പരിഗണനയിൽ നിലത്താൻ എനിക്ക് സാധിക്കുന്നുണ്ട്. എല്ലാ ദിവസവും അരമണിക്കൂർ ഞാൻ ബൈബിൾ വായന എന്തായാലും നടത്തിയിരിക്കും. അത് എത്ര സമയം ഇല്ലെങ്കിലും അതിൻ്റെ ഒരു ഗ്യാപ്പിൽ കണ്ടിന്യൂസ് എനിക്ക് 15 മിനിറ്റ് പ്രാർത്ഥിച്ച് വായിച്ചിട്ട് അങ്ങനെ മാറി നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒറ്റ സ്ട്രെച്ചിൽ തന്നെ അരമണിക്കൂർ എനിക്ക് വായിക്കണമെന്ന് നിർബന്ധം പോലെയാണ്. ഞാൻ എൻ്റെ സമയത്തിനനുസരിച്ച് ഞാനത് വായിക്കും എല്ലാ ദിവസവും. അതേപോലെ തന്നെ കൊന്ത ഞാൻ കഴിയുന്ന അത്ര ഭാഗം ഞാൻ നല്ലവണ്ണം ചെല്ലാൻ ശ്രമിക്കാറുണ്ട്. അത് ചിലപ്പോൾ 1 മണിക്കൂർ, ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ കിട്ടും. എനിക്കൊരു സ്കൂൾ വണ്ടിയുണ്ട്. ആ സ്കൂൾ വണ്ടിയിൽ പോകുന്ന സമയം, പിള്ളേരെ കയറ്റുന്ന സമയം തൊട്ട് 1 മണിക്കൂറോളം എനിക്ക് അങ്ങനെ തന്നെ കിട്ടും. തിരിച്ചു 1 മണിക്കൂർ കിട്ടും. അപ്പോൾ എനിക്ക് ആ സമയം മുഴുവൻ പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. പിള്ളേർ പുറകിൽ നിന്ന് ബഹളം ഉണ്ടാക്കിയാലും എനിക്കത് വിഷയമല്ല. ഞാൻ ആ 1 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓരോ മണിക്കൂർ ഞാൻ ശരിക്കും കൊന്ത ചൊല്ലി തന്നെയാണ് പോരുന്നത്. അത് കാരണം എനിക്ക് പല അപകടങ്ങളും എൻ്റെ മുമ്പിൽ നടന്നിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും എനിക്കോ എൻ്റെ വണ്ടിക്കോ ഞങ്ങളുടെ മക്കൾക്കോ ഒന്നും സംഭവിച്ചിട്ടില്ല. അതെല്ലാം ഇതിൻ്റെ ഫലമായിട്ടാണെന്നാണ്. അതേപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം കൊടുക്കുന്നത് ആദ്യം വീടുകൾ ഞങ്ങളുടെ അയൽവക്കത്തൊക്കെയായിരുന്നു. അതിനുശേഷം 2ാമത്തെ പ്രാവശ്യം ഇവിടെ പുതുക്കാൻ വന്നപ്പോൾ അന്ന് വൈകുന്നേരം ഞാൻ തിരിച്ച് വണ്ടിയെ കയറിയപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് എന്നോട് പറയുന്നു, നാളെ മെഡിക്കൽ കോളേജിലാണ് പോകേണ്ടതെന്ന് ഒരു അശരീരി പോലെ കേൾക്കുകയുണ്ടായി. അപ്പം ഞാൻ മെഡിക്കൽ കോളേജിൽ എന്തായിരിക്കും എന്ന് വിചാരിച്ചിങ്ങനെ നിന്ന് ഞാൻ രാവിലെ വിശുദ്ധ കുർബാന കൂടി, അന്ന് ഞായറാഴ്ചയാണ്, പിറ്റേ ദിവസം വിശുദ്ധ കുർബാന കൂടി വീട്ടിൽ വന്നു, ചായ കുടിച്ചു. അപ്പോൾ വൈഫ് ചോദിച്ചു എങ്ങോട്ടാണ് പോകണം. ഞാൻ പറഞ്ഞു ഞാൻ കോഴിക്കോട് പോവുകയാണ്, മെഡിക്കൽ കോളേജിലാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പെട്ടെന്ന് പോകുന്നത്? ഞാൻ പറഞ്ഞു ഈ പത്രമൊക്കെ ഒന്ന് കൊടുക്കണം, ഇങ്ങനെ ഒരു ദർശനം പോലെ എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജിൽ ചെന്നു. മുഴുവൻ പത്രവും ഞാൻ തൈലം പൂശി ഇവിടുന്ന് പ്രാർത്ഥിച്ച് കൊന്ത ചൊല്ലിയാണ്. ഏകദേശം വീട്ടിൽ നിന്ന് 37 കിലോമീറ്റർ ഉണ്ട് മെഡിക്കൽ കോളേജിലേക്ക്. അത് ഞാൻ വണ്ടി ഓടിച്ച് ചെന്ന് അവിടെ വണ്ടി സൈഡാക്കി ഇറങ്ങി ഫസ്റ്റ് പത്രം കൊടുക്കുന്ന ഒരു ചേച്ചിക്കാണ്. ആ ചേച്ചി പറഞ്ഞു, നിങ്ങളൊരു മാലാഖയാണ് മോനെ എന്ന് പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ ഈ പത്രത്തിന് വേണ്ടി 3 ദിവസമായി ഇതിന് തപ്പി നടക്കുന്നു, ഇവിടെ എങ്ങും കിട്ടാനില്ലായിരുന്നു. അപ്പം ഞാൻ കാര്യം ചോദിച്ചപ്പോൾ എൻ്റെ മകൻ ICUവിൽ വെൻറ്റിലേറ്ററിലാണ്, അവൻ ആക്സിഡൻറ്റ് പറ്റി കിടക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ കാശ് രൂപം കൊടുത്തു. തൈലം ഉണ്ടായിരുന്നില്ലായിരുന്നു. അവർ ചോദിച്ചിരുന്നു തൈലം, അതെനിക്ക് കൊടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ ആ ചേച്ചിക്ക് കൊടുത്ത ശേഷം 10 മിനിറ്റ് കൊണ്ട് എൻ്റെ 3 കെട്ട് പത്രവും എല്ലാവർക്കും കൊടുക്കാൻ സാധിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ മറിച്ച് നോക്കുന്നതാണ് കാണുന്നത്. ആ പത്രങ്ങൾ മുഴുവൻ ഇങ്ങനെ മറിച്ച് നോക്കുകയാണ്. പെട്ടെന്ന് ആരും അന്നത്തെ ദിവസം എന്നോട് ഒരു പത്രം പോലും വേണ്ടാന്ന് പറഞ്ഞില്ല. എനിക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് മുഴുവൻ പത്രവും കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര അനുഭവമായിരുന്നു. അതിനുശേഷം വന്ന പുതുക്കലിന് ശേഷവും ഞാൻ പത്രം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് കൊടുക്കുന്നത്. ആ മെഡിക്കൽ കോളേജിലെ മുഴുവൻ ആൾക്കാർക്കും, അവിടെ ആരും ഇല്ലയെന്ന് പറയുന്നത് വളരെ ചുരുക്കം, 1-2 പേരുകളെ വേണ്ടാന്ന് പറയുന്നുള്ളൂ. എങ്കിലും നമുക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ തിരിച്ചു വാങ്ങും. അവർ എന്തെങ്കിലും മേടിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു തരിക ചെയ്യുക. ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ തിരിച്ചു മേടിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. ഒരിക്കൽ കൂടി എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഇത്ര അനുഗ്രഹം തന്നതിന് ഒരുപാട്. അമ്മയ്ക്കും തിരുക്കുമാരനും ആദ്യമേ തന്നെ 1000 നന്ദി പറയുകയാണ്. എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയതിന്. എൻ്റെ പേര് ജിസ്ന, ഇതെൻ്റെ ഹസ്ബൻഡ് ജോസഫ്, അമ്മ റാണി, ഇത് ഞങ്ങളുടെ മകള് എസ്ര ജോസഫ്. ഞങ്ങൾ വരുന്നത് ചൊവ്വര ഇടവകയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2018 ഡിസംബർ 28-ാം തീയതിയാണ്. അന്ന് ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ BSc MLT വിദ്യാർത്ഥിനിയാണ്.
അന്ന് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ പഠന മേഖലയുമായി ബന്ധപ്പെട്ടായിരുന്നു. ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ കയറിയ സമയത്തായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. പരീക്ഷകളിലെല്ലാം നമുക്ക് എത്ര പഠിച്ചാലും എനിക്ക് എഴുതി എത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ ടൈമിൽ. പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം എന്നെ ഓരോ പരീക്ഷകളിലും മാതാവ് എൻ്റെ കൂടെ ഇരുന്ന് എന്നെ എക്സാമിലെല്ലാം കൈപിടിച്ച് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ പരീക്ഷകളും പിന്നീട് പേടി കൂടാതെ എനിക്ക് എഴുതിയെടുക്കാനും എല്ലാ പേപ്പറുകൾ ക്ലിയർ ചെയ്യാനും എനിക്ക് സാധിച്ചു. പിന്നീട് 2023 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത്. 2023 ഞാൻ ഉടമ്പടി പുതുക്കിയത്. ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ഫസ്റ്റ് വെച്ച് നിയോഗമായിരുന്നു ഒരു കുഞ്ഞ്. എനിക്ക് PCOD ഉള്ളതിനാലാണ് ഞാൻ ആ നിയോഗം ആദ്യമേ എഴുതിയത്. 2018 PCOD ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്. പീരീഡ്സ് ഇറഗുലറായ സമയത്ത് ചെക്ക് ചെയ്തപ്പോഴാണ് അറിയുന്നത്. അതുകൊണ്ടാണ് വിവാഹത്തിന് ശേഷം ഞാൻ പുതുക്കിയപ്പോൾ ആദ്യം ആ നിയോഗം വെച്ചത്. ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിച്ച് തുടങ്ങിയ കാലത്ത് ആദ്യത്തെ ഒരു വർഷക്കാലം എനിക്ക് ഏകദേശം ഒരു വർഷക്കാലം തന്നെ എനിക്ക് പീരീഡ്സ് റെഗുലറായിരുന്നു. എൻ്റെ ആഗ്രഹം എനിക്ക് മരുന്ന് കഴിക്കാതെ തന്നെ പീരീഡ്സ് റെഗുലർ ആകണം എന്നുള്ളതായിരുന്നു. എന്നിട്ട് കൺസീവ് ആയാൽ മതി എന്നുള്ള ആഗ്രഹം തന്നെയായിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നത്. പിന്നെ ഇടയ്ക്ക് നമ്മൾ അവിശ്വാസിയായി പോവുമല്ലോ. അങ്ങനെ മാതാവിന് കൊടുത്ത വാക്ക് മറന്നിട്ട് മെഡിസിൻ എടുത്ത് ഞാൻ പീരീഡ്സിന് വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷേ മാതാവ് മറന്നിട്ടില്ല, ഞാൻ മറന്നത്. അതുകൊണ്ട് തന്നെ മരുന്ന് ഞാൻ എടുത്തപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് ബ്രസ്റ്റിലൊരു ഫൈബ്രോയിഡ് കാണിച്ചു തന്നു. പിന്നീട് അതിൻ്റെ ചികിത്സയ്ക്കായിട്ട് 1 മാസക്കാലം ഞാൻ കുറേ വേദന അനുഭവിച്ചിട്ടുണ്ട്. അതിലൊരു കുഴപ്പവും വരാതെ ഞാൻ കാത്തോളണമെന്ന് ഞാൻ അന്ന് തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചൈനയിലാണ് സെറ്റിലായിട്ടുള്ളത് ഇപ്പോൾ. അപ്പോൾ അവിടെ വെച്ച് തന്നെയായിരുന്നു അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ. മാതാവിന് കൊടുത്ത വാക്ക് മറന്നതുകൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതിനുശേഷം നമുക്ക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു, ഫൈബ്രോയിഡ് ഉണ്ടെന്ന് അറിഞ്ഞ സമയത്ത് തന്നെ. അങ്ങനെ അത് ഫൈബ്രോയിഡ് ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് നമുക്ക് റിമൂവ് ചെയ്താലാണ് അടുത്ത സ്റ്റഡിക്ക് വിടുമ്പോഴാണ് എന്താണെന്നുള്ളത് പറയുള്ളൂ എന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെയും എന്നെ മാതാവ് കൈവിട്ടിട്ടില്ലായിരുന്നു. പിന്നീട് 2 മാസത്തിന് ശേഷം ഞാൻ പിന്നെ മരുന്നുകളൊന്നും എടുത്തിട്ടില്ല. മരുന്ന് എടുക്കുമ്പോൾ എനിക്ക് സ്പോട്ടിങ് കാണിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. പീരീഡ്സ് പ്രോപ്പർ അല്ലായിരുന്നു. എന്നിട്ടും അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിൽ എൻ്റെ മാതാവ് എന്നെ തോന്നിപ്പിച്ചത് എക്സസൈസൊക്കെ ചെയ്താൽ പോലും PCOD കൺട്രോൾ ചെയ്യാന്നുള്ളത്. അത്രയും നാൾ നമ്മളിങ്ങനെ കേൾക്കുമെങ്കിലും അത്ര കാര്യമാക്കിയിരുന്നില്ല. എനിക്ക് മരുന്ന് എടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും പിന്നീട് ഞാൻ മാതാവിൽ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്തത് കൊണ്ട് തന്നെ എൻ്റെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടേയിരുന്നു അത് അങ്ങനെ ശ്രമിച്ച് നോക്കുന്നുള്ളത്. അങ്ങനെ ഞാനൊരു ഡയറ്റ് എടുത്ത് അങ്ങനെ മാതാവിൻ്റെ കരം പിടിച്ച് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇതിലെന്നെ കൈവിടരുതെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ തുടങ്ങിയത്. അങ്ങനെ 1 മാസം ആയുള്ളൂ. ആ 1 മാസത്തിന് ശേഷം തന്നെ എൻ്റെ പീരീഡ്സ് റെഗുലറായി 4ാമത്തെ മാസമാണ് ഞാൻ കൺസീവ് ആവുന്നത്. അങ്ങനെ കൺസീവായി 9 മാസക്കാലം എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. എൻ്റെ ഡെലിവറി ടൈം വരെ എനിക്ക് ഒരു കുഴപ്പമില്ല. അതിന് ശേഷവും ഒരു കുഴപ്പമില്ലായിരുന്നു. ഓരോ ദിവസവും അമ്മയുടെ കരം പിടിച്ച് നടത്തിയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ 2025 ഫെബ്രുവരി 1-ാം തീയതിയാണ് ഞാൻ കൺസീവ് ആണെന്ന് അറിയുന്നത്. 2025 സെപ്റ്റംബർ 30-നാണ് ഞങ്ങൾക്ക് ഈ മകളെ നൽകി അനുഗ്രഹിച്ചത്. അമ്മ മാതാവ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് വിശ്വസിക്കുക തന്നെ ചെയ്യുകയാണിതിൽ. കാരണം ഞാൻ മറന്ന പല കാര്യങ്ങളും അമ്മ മാതാവ് എന്നെ ഇതിലൂടെ ഓർമ്മിപ്പിച്ച് അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഞാൻ നിറവേറ്റാതെ വന്നപ്പോഴും അമ്മ എന്നെ കൈവിട്ടിട്ടില്ല എന്നുള്ള എൻ്റെ അടയാളമാണ് ഈ കുഞ്ഞിനെ എനിക്ക് നൽകിയത്. എൻ്റെ പേര് റാണി സേവ്യർ. ഞാൻ 2022 ഡിസംബർ 26-ാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി വെച്ച 6 നിയോഗങ്ങൾ 6ഉം എനിക്ക് സാധിച്ചു തന്നു. അതിൽ 1-ാമത്തെ നിയോഗമായിരുന്നു മകൻ്റെ വിവാഹം. മകൻ ചൈനയിലാണ് വർക്ക് ചെയ്യുന്നത്. വർഷത്തിൽ 10 ലീവാണ് മകന് കിട്ടുകയുള്ളൂ. അപ്പോൾ ആ 10 ദിവസം കൊണ്ട് നാട്ടിൽ വന്ന് വിവാഹം നടത്താനുള്ള സാഹചര്യം ഇല്ല. അപ്പോൾ വയസ്സ് 31 ഇവർ തമ്മിൽ പരിചയം ഞങ്ങൾ വീട്ടുകാർ കൂടി തീരുമാനിച്ച കല്യാണമാണ്. ഇവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നു. അങ്ങനെ ഉള്ള സാഹചര്യത്തിലാണ് ഇവൻ നാട്ടിൽ ലീവിന് വരാതെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ എൻ്റെ മനസ്സ് പറയും
ആ കൊച്ചിൻ്റെ കാർന്നോമാർക്ക് വിഷമം ഉണ്ടാവും, ഈ കല്യാണം നീണ്ടു പോകുമ്പോൾ. അപ്പോൾ എത്രയും വേഗം ഈ കല്യാണം നടത്തണം എന്നുള്ളൊരൊറ്റ പ്രാർത്ഥനയും ഇതൊക്കെയായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു, നീ ധൈര്യമായിട്ടിരിക്കെ, അവന് ഇവിടെ വന്ന് വിവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവൻ ജോലി രാജിവെക്കണം, ആ ജോലി വേണ്ടാന്ന് വെച്ച് നാട്ടിൽ വന്ന് സെറ്റിലാവണം, അതല്ലെങ്കിൽ തൽക്കാലം ഇതേപ്പറ്റി ചിന്തിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് എൻ്റെ അടുക്ക പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഇല്ല അമ്മ മാതാവ് നിൻ്റെ കല്യാണം നടത്തി തരും, നീ ലീവിന് അപേക്ഷിച്ചോ. അങ്ങനെ പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുന്നതിന് മുൻപായി തന്നെ അവൻ്റെ വിവാഹം നടന്നു. ഡിസംബർ 26-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അടുത്ത ഏപ്രിൽ മാസത്തിൽ അവൻ്റെ കല്യാണം നടന്നു. അതിനുശേഷം പിന്നെയും ഞാൻ ഉടമ്പടി പുതുക്കുമ്പോൾ ഓരോരോ നിയോഗം വയ്ക്കാറുണ്ട്. ആ നിയോഗത്തിൽ പല കാര്യങ്ങളും എനിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കാരും കൂടെ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് ഞാനതിവിടെ പറയുന്നില്ല. പിന്നെ അടുത്ത നിയോഗമായിരുന്നു, മകൾ ഇവിടെ ലിസിയിലെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അവൻ ചൈനയിലും. അപ്പോൾ എനിക്ക് ഇവരൊരുമിച്ച് ജീവിക്കണം, രണ്ടുപേരും രണ്ട് ദിശയിലായിട്ട് നിൽക്കുന്നത് ശരിയല്ല, ഇവരൊരുമിച്ച് ഇവരുടെ കുടുംബജീവിതം നയിക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാനിവിടെ വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് വന്നാണ് ഉടമ്പടി പുതുക്കിയത്. ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ആ നിയോഗം വെച്ചു, ഇവരൊരുമിച്ച് സെറ്റിലാവാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിച്ചു, നിയോഗം വെച്ചു. അതുപോലെ തന്നെ ആ അവസരത്തിൽ ഒരു കുഞ്ഞിന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിച്ചു. ഇത്രയും കാര്യം മാതാവ് എനിക്ക് സാധിച്ചു തന്നു. അതിന് ഈശോയ്ക്കും ദൈവകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ എല്ലാ മാസവും സാധിക്കുന്നത് എല്ലാ മാസവും വരാറുണ്ട്. ഞങ്ങൾ അവിടുന്ന് ഒരു ഗ്രൂപ്പായിട്ട് ഞങ്ങൾ എല്ലാ മാസവും വരാറുണ്ട്. അഥവാ എനിക്ക് വരാൻ സാധിക്കാത്ത മാസങ്ങളിൽ ഞാൻ ആരുടെയെങ്കിലും കയ്യിൽ പൈസ കൊടുത്തുവിട്ട് ഞാൻ ഇവിടുന്ന് പത്രം മേടിച്ച് ഞാൻ അവിടെ വിതരണം ചെയ്യും. പിന്നെ യൂട്യൂബിൽ 5:30 പ്രാർത്ഥന ഞാൻ 4:30 ആകുമ്പോഴേക്ക് എഴുന്നേറ്റ് എല്ലാവർക്കും ഷെയർ ചെയ്യും, സ്റ്റാറ്റസ് ഇടും. അതുപോലെ തന്നെ 5:30 പ്രാർത്ഥന വീട്ടിൽ ഞാനും ഭർത്താവേ ഉള്ളൂ, മക്കൾ സ്ഥലത്തില്ലല്ലോ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും പ്രാർത്ഥന ചെല്ലണേ. എല്ലാ ദിവസവും മുടങ്ങാതെ ഞങ്ങൾ ആ പ്രാർത്ഥന ചെല്ലും. അതുപോലെ ചൊവ്വാഴ്ചത്തെ ആരാധന, അച്ഛൻ്റെ ആരാധനയിൽ ഇവിടെ വരുന്ന ദിവസമാണ് ഞായറാഴ്ചയാണ് ഞങ്ങൾ വരാറ്. അങ്ങനെയാണെങ്കിൽ ലൈവ് കൂടും. അതല്ലാത്ത ദിവസം ഞങ്ങൾ യൂട്യൂബിൽ കണ്ട് ഷെയർ ചെയ്യും. ആരാധന തുടങ്ങുമ്പോഴത്തേക്ക് ഇത് യൂട്യൂബിലിടുമ്പോഴത്തേക്ക് തന്നെ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യും. ആരാധന തുടങ്ങുന്നതിന് മുൻപ് എല്ലാവരിലേക്കും ഞാനത് എത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ കാരുണ്യപ്രവർത്തികൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാ മാസവും പൈസ, മക്കളുടെ ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അവർ തരുന്ന പൈസയിൽ ഞങ്ങൾ കുടുംബത്തിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നതോടൊപ്പം എനിക്ക് അറിയാവുന്ന വീടുകളിലേക്ക് ഞങ്ങൾക്ക് മേടിക്കുന്ന അത്രയും എല്ലാ സാധനങ്ങളും എത്തിച്ചില്ലെങ്കിലും ഒരു പരിധി വരെയുള്ള അരി സാധനങ്ങളൊക്കെ ഞാൻ എത്തിച്ചു കൊടുക്കും. അതുപോലെ തന്നെ മരുന്നുകൾ മേടിക്കാനായിട്ടും സാമ്പത്തികമായിട്ട് സ്കൂൾ തുറക്കുന്ന സാഹചര്യങ്ങളിൽ പിന്നെ ഞങ്ങൾ അനാഥാലയങ്ങളിൽ പോയി ഭക്ഷണം കൊടുക്കാൻ പോകും. കുറച്ച് നാൾ പൊതിയോറ് കെട്ടി കൊണ്ടുവന്ന് കൊടുക്കാൻ വരുമായിരുന്നു. പിന്നെ എനിക്കത്രയും വരാനുള്ള ഇത് ബുദ്ധിമുട്ടുകൊണ്ട് വണ്ടിയൊക്കെ വിളിച്ചിട്ട് വണ്ടിക്കാരനെ കിട്ടണം, അവർ നമ്മുടെ ഇഷ്ടത്തിന് നടക്കില്ല. അന്നാളിൽ എനിക്ക് കാലുവേദനയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് നിർത്തിയിട്ട് പിന്നെ ഞങ്ങൾ അനാഥാലയത്തിൽ കൊടുക്കാൻ തുടങ്ങിയത്. അതുപോലെ അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ അടുത്തുള്ള വീടുകളിലാണെങ്കിലും ആർക്ക് എന്ത് ബുദ്ധിമുട്ടെന്ന് അറിഞ്ഞാലും, ഒരു സുഖമില്ലാത്ത കിടപ്പ് രോഗിയാണെന്ന് അറിഞ്ഞാൽ ഞാൻ അവിടെ ഓടിച്ചെല്ലും. അതുപോലെ അവർക്ക് വസ്ത്രങ്ങൾ കഴുകി കൊടുക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പുഴയുണ്ട്, ഞാൻ അവിടെ കൊണ്ടുപോയി കഴുകി എല്ലാം ചെയ്തു കൊടുക്കും. അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ എന്നിലാവുന്ന രീതിയിൽ ഞാൻ ചെയ്തു കൊടുക്കും. ഇനി സാമ്പത്തികമായിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ എത്ര വേണം, എങ്ങനെ കൊടുക്കണം എന്ന് മോനോട് പറഞ്ഞാൽ മതി, മോൻ അയച്ചു തരും. ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാവശ്യമുണ്ട്, സാമ്പത്തിക സഹായം ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ, ഒത്തിരി ധനവാന്മാരല്ലെങ്കിലും ഞങ്ങൾ അത്ര ഇതായിട്ടുള്ളവരൊന്നുമല്ല, മക്കളുടെ ഇതുകൊണ്ട് തന്നെ ജീവിക്കണത്. എന്നിരുന്നാലും മോനോട് പറഞ്ഞാൽ എത്ര വേണമെന്ന് ചോദിക്കുള്ളൂ, അത് ആർക്കായാലും മോൻ അയച്ചു തരും. അങ്ങനെ ഞങ്ങൾ കാരുണ്യപ്രവർത്തികൾ അങ്ങനെയൊക്കെ ചെയ്തു പോകുന്നു. ഇത്രയും കൃപ ഞങ്ങൾക്ക്. ബൈബിൾ വായന, അത് സമയമൊന്നും നോക്കി ഞാൻ അങ്ങനെ ബൈബിൾ വായിക്കാറില്ല. ഇത്ര സമയം എന്നില്ല. ചിലപ്പോൾ 10 മിനിറ്റ് ആയിരിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞ് 10 മിനിറ്റ് ആയിരിക്കും, ചിലപ്പോൾ അരമണിക്കൂർ വായിക്കും, ചിലപ്പോൾ എത്രയോ പേജുകൾ അങ്ങനെ ഇരുന്ന് വായിക്കും. അത് സമയം അങ്ങനെ നോക്കിയുള്ള വായനയൊന്നുമില്ല. അങ്ങനെ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞിട്ടാണെങ്കിലും. പിന്നെ എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 5:30
ഇവിടെ പള്ളിയിൽ ഞങ്ങളുടെ തൊട്ടടുത്ത പള്ളി ഇവിടുത്തെ 5:30 ഡെയിലി ബ്രെഡ് കഴിഞ്ഞാൽ പള്ളിയിൽ പോവും. അവിടെ ചെന്ന് അരമണിക്കൂർ മുട്ടുമ്പോൾ നിന്ന് കൊന്തയില്ലതിന് ശേഷമാണ് ദിവ്യബലിക്ക് അച്ഛൻ ആൾത്താരയിൽ വന്നതിന് ശേഷമാണ് ഞാൻ മുട്ടുമെന്ന് എഴുന്നേക്കുള്ളൂ. അത് ഒരുപാട് അനുഗ്രഹം എനിക്ക് എൻ്റെ പ്രാർത്ഥനയോടെ ദൈവം എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. പരിശുദ്ധ അമ്മ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 കോടി നന്ദി പറയുന്നു. നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ ഈശോയുടെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ഈ വചനത്തിൽ വിശ്വസിച്ച് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഞങ്ങളെ ഉയർത്തിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. എൻ്റെ പേര് റിബി ടിനോ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഇടവക സെൻറ്റ് തോമസ് മർത്തോമ ചർച്ചാണ്. എൻ്റെ പപ്പയാണത്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, ഞാൻ സ്റ്റാഫ് നഴ്സായി വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എനിക്കൊരു പത്രം കിട്ടുകയും അതിനോടനുബന്ധിച്ച് ഞാൻ ഉടമ്പടി എടുക്കാൻ 2019 ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. ആ സമയത്ത് ഉടമ്പടി എടുത്തെങ്കിലും കോവിഡ് കാരണം പിന്നെ മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞ് ഞാൻ ജോലിക്കായി സൗദി അറേബ്യയിലേക്ക് പോവുകയും 2022 അവിടെ വെച്ച് സൗദി ലൈസൻസിന് വേണ്ടി ഒരു എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാം പാസ്സായാൽ മാത്രമേ നമുക്കവിടെ നിൽക്കാൻ സാധിക്കുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മളെ അവരെ നാട്ടിലേക്ക് തിരിച്ചു വിടുകയായിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ എൻ്റെ ഒരു മെറിറ്റിൽ ഞാൻ വിശ്വസിച്ച് എഴുതി. അത് ഞാൻ പാസ്സായില്ല. എൻ്റെ കഴിവിൽ വിശ്വസിച്ച് ഞാൻ എക്സാം പാസ്സാവുമെന്ന് വിചാരിച്ചു. പക്ഷെ അത് പാസ്സായില്ല. പിന്നെ എനിക്കത് പാസ്സാവാതിരുന്നപ്പോൾ ഒത്തിരിയേറെ ഭയപ്പെട്ടു. കാരണം ഇനി ഒരു അറ്റംപ്റ്റും കൂടിയും പാസ്സായില്ലെങ്കിൽ തിരിച്ച് നാട്ടിയിട്ട് പോകേണ്ടി വരുമോ എന്നുള്ളൊരു ചിന്ത എന്നെ അലട്ടി. ഞാൻ ആ സമയത്ത് ഓൺലൈനിൽ ഉടമ്പടി എടുക്കുകയും പരിശുദ്ധ അമ്മയോടും ഈശോയോടും ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. നന്നായി പഠിക്കുവാനുള്ള കൃപ ഉണ്ടാകുവാനും അതുപോലെ തന്നെ എൻ്റെ കഴിവിലല്ല ഈശോയെ നിൻ്റെ കഴിവിലാൽ മാത്രമാണ് ഇനി ഞാൻ ജയിക്കുകയുള്ളൂ എന്ന വിശ്വാസത്തിൽ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ബലപ്പെടുത്തി എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ എൻ്റെ പാപങ്ങൾ ഓരോന്നും ഞാൻ എണ്ണി ഓർത്ത് പാപങ്ങളെ വെറുത്തുപേക്ഷിച്ച് വിശുദ്ധ കുർബാനയെ ഡെയിലി ഓൺലൈനിൽ പങ്കെടുക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ എക്സാം എഴുതി. എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങളുടെ ബാച്ചിലുള്ള എല്ലാവരേക്കാൾ അധികമായി 602 മാർക്ക് നൽകി മാതാവ് എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റി. ആ സമയത്ത് അമ്മ എനിക്കൊരു ദർശനം തന്നിരുന്നു, ഒരു 6 എന്നുള്ള സംഖ്യ. ആ സംഖ്യ എനിക്ക് കിട്ടിയപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് കാനായിലെ കല്യാണ വിരുന്നിലെ 6 കൽഭരണികളാണ്. ആ കൽഭരണികളിൽ ഞാൻ വിശ്വസിച്ചു. ആ വെള്ളം നിറഞ്ഞതുപോലെ തന്നെ അമ്മ എൻ്റെ ജീവിതത്തിലും ഒരു വിജയം നൽകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ ഒരു സാക്ഷ്യം, എൻ്റെ 2 വർഷത്തെ കോൺട്രാക്റ്റ് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് വേറൊരു ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാണ് തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. 15 ദിവസം കൊണ്ട് റിട്ടേൺ കയറാമെന്ന് പറയുകയും അങ്ങനെ ഞാൻ എക്സിറ്റ് അടിച്ച് വരികയും ചെയ്തു. പക്ഷേ 15 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ഹോസ്പിറ്റലിൽ നിന്നുള്ള വിസ റിജക്റ്റ് ആവുകയും പിന്നീട് എനിക്കൊരു 4 മാസത്തോളം ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് വേണ്ടി വീണ്ടും ട്രൈ ചെയ്തു. പക്ഷെ അത് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവിടെ സ്വദേശിവൽക്കരണം കാരണം സൗദികളെ മാത്രമേ അവർ എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. തീർത്ഥാടന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ആ സമയത്തൊക്കെ ഞാൻ ഒത്തിരിയേറെ വിഷമിച്ചു. കാരണം 15 ദിവസം കൊണ്ട് റിട്ടേൺ പോകാമെന്ന് പറഞ്ഞിട്ട് 4-5 മാസമായിട്ടും ഞാൻ പോയില്ല. ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ധ്യാനം കൂടുകയൊക്കെ ചെയ്തു. ഞങ്ങളുടെ ചർച്ചിൽ സൺഡേ മാത്രമേ ഞങ്ങൾക്ക് പരിശുദ്ധ കുർബാനയുള്ളൂ. ആ സമയത്തൊക്കെ ഞാൻ കുർബാനയ്ക്ക് പോകുമ്പോൾ ആളുകളെല്ലാവരും ചോദിക്കും, എന്തേ ഒന്നും ആയില്ലേ, നല്ലൊരു ജോലി കളഞ്ഞു വന്നു എന്ന ഒത്തിരിയേറെ കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ പരിശുദ്ധ അമ്മയോട് ഈശോയോട് ചേർന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴൊക്കെ ഞാൻ തളരുമ്പോഴൊക്കെ അമ്മ വചനം നൽകി എന്നെ അനുഗ്രഹിച്ചു. നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും, എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. ഈ വചനത്തിലൊക്കെ വിശ്വസിച്ച് ഞാൻ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കെ എനിക്ക് ഒരു മിനിസ്ട്രിയുടെ കീഴിലുള്ള ഒരു ഹെൽത്ത് സെൻറ്ററിലേക്ക് നഴ്സായിട്ട് ജോബ് ഓഫർ ലെറ്റർ കിട്ടി. ആ സമയത്ത് GNM ഒരിക്കലും എടുക്കില്ലായിരുന്നു. BSc-കാരെ മാത്രം ആവശ്യമുള്ള ഒരു സമയത്താണ് GNM-ൻ്റെ എമർജൻസി റിക്രൂട്ട്മെൻറ്റ് വന്നത്. അങ്ങനെ ഞങ്ങൾ 4 പേരിൽ ഒരാളായി ഞാൻ തിരഞ്ഞെടുത്തു. റിട്ടേൺ ഞാൻ 1 വർഷത്തിന് ശേഷം സൗദിയിലേക്ക് കയറിപ്പോവുകയും അവിടെ ജോലി ചെയ്യുകയും ചെയ്തു. ഞാൻ 1 വർഷക്കാലം ഒത്തിരി വേദന അനുഭവിച്ചു. വീട്ടിലിരുന്നുവെങ്കിലും കർത്താവ് എനിക്ക് തന്ന അനുഗ്രഹത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിച്ചു. ഓരോ ദിവസം ജോലിക്ക് പോകുമ്പോഴും അത്രയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ജോലി. കാരണം എന്താ വെച്ചാൽ ഡ്യൂട്ടി ടൈം കുറവ്, ഒത്തിരിയേറെ പ്രാർത്ഥിക്കാൻ സമയം, ഒത്തിരിയേറെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഒക്കെ ഒരു അവസരം ആ ജോലിയിലൂടെ എനിക്ക് ലഭിച്ചു. മൂന്നാമത്തേതായിട്ടൊരു സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് അക്കോമഡേഷൻ തരുമായിരുന്നു. കമ്പനി അക്കോമഡേഷനും അതുപോലെ തന്നെ പുറത്തേക്ക് അക്കോമഡേഷൻ അവർ തരുമായിരുന്നു. ആ സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി കൊളിക്കൊക്കെ കൂടി ഒരു വീട് കണ്ടുപിടിക്കുകയും ആ വീടിന് പേയ്മെൻറ്റ് അഡ്വാൻസ് കൊടുക്കുകയും ചെയ്തു.
ആ സമയത്ത് അഡ്വാൻസൊക്കെ കൊടുത്ത് മാറാനിരിക്കുമ്പോഴാണ് ഈ ഈജിപ്ഷ്യൻസുകാർ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാണ്ട് ഞങ്ങൾ സെപ്പറേറ്റ് ഒരു വീട് എടുക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അഡ്വാൻസ് പേയ്മെൻറ്റ് ഞങ്ങളിനി തിരിച്ചു തരില്ല എന്ന് പറഞ്ഞു. അഡ്വാൻസ് പേയ്മെൻറ്റിന് വേണ്ടി സൗദിയായിട്ട് ഒത്തിരിയേറെ സംസാരിച്ചു. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ സൗദി ഒക്കെ സംസാരിച്ചിട്ടൊന്നും കിട്ടാത്ത അഡ്വാൻസ് പേയ്മെൻറ്റ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നിയോഗം വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അമ്മേ, ആ 500 രൂപ കിട്ടിയില്ലെങ്കിൽ ഞാൻ 500 രൂപ അവർക്ക് എടുത്തു കൊടുക്കേണ്ടി വരും, അങ്ങനെയൊന്നും ഇടവരുത്തല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഒരാളെ ഇടിവ് നിന്ന് ഞങ്ങൾക്ക് വേണ്ടി പറയുവാൻ വേണ്ടി വന്നു. ഒരു മലയാളി ചേട്ടൻ പറഞ്ഞു ഞാനിന്ന് ആ സൗദിയെ വിളിച്ച് സംസാരിക്കാമെന്ന്. ആ സൗദിയോട് സംസാരിച്ച് അയാൾ ആ പൈസ ഞങ്ങൾക്ക് റിട്ടേൺ തരികയും ചെയ്തു. അങ്ങനെ വീണ്ടും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി അമ്മ എന്നെ ഉയർത്തി. 4-മത്തേതായി ഞങ്ങൾക്കൊരു ഭവനം, വീണ്ടും ഞങ്ങൾ ഭവനം അന്വേഷിക്കുന്നുണ്ട്. ഇനിയും ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കുവാൻ ഞങ്ങൾക്ക് ഒത്തിരിയേറെ ഭയപ്പാടാണ്. കാരണം ഇനി കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയെ വീണ്ടും എന്നെ ഉയർത്തണമെങ്കിൽ അമ്മയുടെ ഒരു ഗ്രേ കളറ് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ മുൻപിലേക്ക് വരുന്ന സൗദി ആ വീടിൻ്റെ ഓണറാണ്. ആ വീടിൻ്റെ ഓണർ ഒരു ഗ്രേ കളർ വസ്ത്രം അണിഞ്ഞു വേണം ഞങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരുവാനെന്ന് പറഞ്ഞു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സൗദി അവിടെ നിന്ന് ഒരു ഗ്രേ കളർ അബായി ഇട്ടാണ് കടന്നു വന്നത്. അപ്പം തന്നെ ഞങ്ങൾ അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ ആ വീട് കാണണോ വേണ്ടേ എന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു കാണണ്ട, ഇത് ഞങ്ങളുടെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തന്ന ഭവനമാണ്. ആ വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ആ സൗദി ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരികയും 500 രൂപ അലവൻസ് മാത്രം ഉണ്ടായിരുന്നു ഞങ്ങളേന്ന്. ആകെ 400 രൂപയ്ക്ക് ആ വീട് ഞങ്ങൾക്ക് എടുക്കുവാൻ സാധിച്ചതിന് അമ്മ ഞങ്ങൾക്ക് തന്ന ദാനമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് ഞങ്ങൾക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങളുണ്ടായിട്ടുണ്ട്. എനിക്ക് പ്രോട്ടീൻ അലർജി ഉള്ളതുകൊണ്ട് പാലും മുട്ടയൊക്കെ കഴിക്കുമ്പോൾ ലൂസ് മോഷൻ ഉണ്ടാവാറുണ്ട്. ആ സമയത്തൊക്കെ വിശുദ്ധ തൈലം, വിശുദ്ധ ഉപ്പ് ഞാൻ കഴിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി കഴിക്കുകയും ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റായി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പപ്പയ്ക്ക് കാലുവേദനയുണ്ടായിട്ടുണ്ട്. കാലുവേദനയൊക്കെ ഉണ്ടായി ഒത്തിരിയേറെ ടെസ്റ്റ് ചെയ്തിട്ടും കാലുവേദന മാറുന്നില്ല. നടക്കാൻ ഒരടി നടക്കുമ്പോഴൊക്കെ കാലുവേദന കൊണ്ട് കാലൊത്തിരിയേറെ വേദനിക്കായിരുന്നു. ആ സമയത്ത് ഞാനൊരു സാക്ഷ്യം കേട്ടിരുന്നു. വിദൂരത്തുള്ളവരാണെങ്കിൽ ആ വിശുദ്ധ തൈലം നമ്മുടെ ദേഹത്ത് പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഞാൻ എൻ്റെ കാലിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ആ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷം പപ്പയെ വിളിച്ചപ്പോൾ പപ്പ പറഞ്ഞു എൻ്റെ കാലിലെ വേദനയൊക്കെ മാറി. അമ്മയുടെ സന്നിധിയിൽ ഞാൻ പപ്പയും കൊണ്ട് സാക്ഷ്യം പറയാൻ വരുമെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. പപ്പയുടെ കാലുവേദന ഇത്ര നാൾ 6-7 മാസമായി ഇപ്പോൾ കാലുവേദന കംപ്ലീറ്റായിട്ട് മാറിക്കിട്ടിയിരിക്കുന്നു. ദൈവനാമത്തിന് നന്ദി പറയുന്നു. അടുത്തതായിട്ട് ഞാൻ എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ വിശുദ്ധ തൈലം എൻ്റെ നെറ്റത്ത് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നത്. അന്നത്തെ ദിവസം ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി എൻ്റെ നെറ്റത്ത് തൈലം വെച്ചപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് പറയുന്നു, നിൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി നീ തൈലം തൊട്ട് പ്രാർത്ഥിക്കുന്നില്ലേന്ന്. അന്നത്തെ ദിവസം പ്രത്യേകമായി എന്നോട് പറയുന്നത് പോലെ തോന്നി. അന്ന് ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി തൈലം എൻ്റെ നെറ്റത്ത് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അന്ന് ഉച്ചയായപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയെ വലിയൊരു ആക്സിഡൻറ്റിൽ നിന്ന് അമ്മയുടെ നീലങ്കി പൊതിഞ്ഞ് സംരക്ഷിച്ച ഒരു വാർത്തയാണ് ഞാൻ കേൾക്കുവാനിടയായത്. വിശുദ്ധ തൈലം ഉപയോഗിച്ച് അമ്മ എന്നെ വരാൻ പോകുന്ന ദുരന്തത്തെ നേരത്തെ കൂട്ടി കാണിച്ചു തരുന്നത് പോലെയാണ് അന്ന് എനിക്കുണ്ടായത്. ഒത്തിരിയേറെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ സൗദിയിൽ ഒത്തിരിയേറെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പറ്റില്ലെങ്കിലും ഞങ്ങൾ സാക്ഷ്യങ്ങൾ, അതുപോലെ തന്നെ പത്രങ്ങൾ, ഞങ്ങൾ പോകുന്ന ചർച്ചകളിലേക്കൊക്കെ കൊടുക്കും. സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. പക്ഷേ ആ സാക്ഷ്യങ്ങളൊന്നും അവർ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷേ ചിലവർ വിളിക്കുമ്പോൾ ഒരു 20% ആളുകളും അത് കേൾക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ അച്ഛൻ പറയുന്നത് പോലെ വിശേഷ വിധിയായി നീ എന്തു ചെയ്യുന്നു എന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്. അതുപോലെ ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ ഈ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുന്നതൊക്കെ കേൾക്കുന്നില്ല ആരും. വിശേഷ വിധിയായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കൂട്ടുകാരിനെ ഞാൻ എൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്തത്. അവളോട് പറഞ്ഞു, ഇവിടെ നല്ല വേക്കൻസി ഉണ്ട്, നീ പോന്നോ, നിൻ്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവളെയും ഇവിടേക്ക് കൊണ്ടുവന്നു. അവളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ കണ്ടിട്ടാണ് ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷേ അവൾ ഇവിടെ വരികയും അവളുടെ എലിജിബിലിറ്റി ക്യാൻസലായി പോവുകയും ചെയ്തു. ആ സമയത്ത് അവൾ എന്നോട് ദേഷ്യപ്പെട്ട് പറഞ്ഞു, ചേച്ചി കാരണമാണ് ഞാനിവിടെ വന്നത്, ഇപ്പം എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, എലിജിബിലിറ്റി ഇല്ലെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ഞാനും പ്രാർത്ഥിച്ചു, അമ്മയെ ഉടമ്പടി എടുത്തിരിക്കുന്ന ഞാനാണ്, അവളുടെ വിഷയത്തിൽ അമ്മ ഇടപെടണമെന്നൊക്കെ പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഞാൻ അവളോട് എമർജൻസി ആയിട്ട് ഞാൻ അവളോട് പറഞ്ഞു,
നീ എത്രയും പെട്ടെന്നൊരു ഉടമ്പടി എടുക്ക്, ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റഡ്. അതുപോലെ തന്നെ 7 ദിവസം കൃപാസനത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഡിസംബർ 7 ആ 7 ദിവസവും നീ ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിക്കും, നന്നായിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആദ്യം അവൾ എന്നെ കുറേ വഴുക്കൊക്കെ പറഞ്ഞു, ചേച്ചിക്ക് എന്താണെന്ന് വെച്ചു. അപ്പോൾ നീ പ്രാർത്ഥിക്കുക, ഇതിന് ഉത്തരം കിട്ടും, 7 ദിവസത്തിന് ശേഷം ഇതിന് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞു. എനിക്ക് അപ്പോൾ കിട്ടിയൊരു വചനം ലൂക്ക 22:32 നിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കുവാൻ നീ പ്രാർത്ഥിക്കുക, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, തിരികെ ചെന്ന് നിൻ്റെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്തുക എന്നുള്ളത്. ഞാൻ അവളോട് വീണ്ടും പറഞ്ഞു, നീ നന്നായി പ്രാർത്ഥിക്കുക. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ പ്രാർത്ഥനയിൽ ഒത്തിരിയേറെ മാറ്റം വന്നു. 7ാമത്തെ ദിവസം അത്ഭുതം എന്നോളം അവളുടെ എലിജിബിലിറ്റി സക്സസ്ഫുൾ ആവുകയും അവൾക്ക് നല്ലൊരു സ്ഥലത്ത് ജോലി കിട്ടുകയും ചെയ്തു. അങ്ങനെ ഞാൻ വിശേഷവിധിയായി എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചപ്പോൾ ഈ 15 പേരടങ്ങുന്ന ഒരു കൃപാസന ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ആ ഗ്രൂപ്പിൽ പല പല ജീവിത ഉള്ളവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഞങ്ങൾ 7 ദിവസം ഫാസ്റ്റിംഗ് എടുക്കും. അതുപോലെ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലും, കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും, അങ്ങനെ സാക്ഷ്യങ്ങൾ കേൾക്കും. അങ്ങനെ ഒത്തിരിയേറെ പ്രാർത്ഥനാ നിയമങ്ങളൊക്കെ വെച്ച് അവരുടെ ആവശ്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നതായി കാണുവാൻ സാധിച്ചു. അതുപോലെ കാരുണ്യ പ്രവൃത്തികൾ ഈ ഗ്രൂപ്പിൽ തന്നെ ഞങ്ങൾ ഒത്തിരിയേറെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. അനാഥാശ്രമങ്ങളിലേക്കൊക്കെ ഞങ്ങൾ ഫണ്ട് അതിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനമൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കാതെ ഞങ്ങൾ ഒരു ദിവസം പോലും ആരും ഡ്യൂട്ടിക്ക് പോകില്ല. കാരണം ആ ആശീർവാദം കിട്ടിയെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഡ്യൂട്ടിയിൽ ഞങ്ങൾ പൂർണ്ണ സുരക്ഷിതരാകൂ എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ നന്നായി ആത്മീയ ജീവിതത്തിൽ കൂടുതൽ പ്രാർത്ഥിക്കുവാനും കൂടുതൽ ജപമാല ചൊല്ലുവാനൊക്കെ സാധിച്ചു. കാരണം വിശുദ്ധ കുർബാനയൊക്കെ പങ്കെടുക്കുമ്പോഴൊക്കെ വിശുദ്ധ കുർബാനയിൽ അനുഭവവേദ്യമാകാറുണ്ടായിരുന്നില്ല. ഇപ്പോഴൊക്കെ ഉടമ്പടി ജീവിതത്തിൽ കടന്നതോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയമൊക്കെ ഈശോയുടെ പീഡാസഹനമൊക്കെ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകും. ആ സമയത്തൊക്കെ ഒത്തിരിയേറെ ഭാരം എൻ്റെ മനസ്സിലുള്ളതുപോലെ എനിക്ക് തോന്നും. ഇത്ര നാളുമില്ലാത്തൊരു ജീവിതത്തിനൊരു മാറ്റം വന്നതുപോലെ ഈ ഉടമ്പടിയിൽ നിത്യതയോടുകൂടെ ഈശോയുടെ കൂടെ ആയിരിക്കാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തട്ടെ. എന്നെ എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയ്ക്കും സ്നേഹനിധിയായ ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഈ അൾത്താരയിൽ എൻ്റെ ജീവിത പങ്കാളിയോടൊപ്പം നിർത്തിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും എൻ്റെ വിശ്വാസത്തോടെയുള്ള ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. എൻ്റെ പേര് പരമേശ്വരൻ, ഇതെൻ്റെ ജീവിത പങ്കാളി ശ്യാമള. ഞങ്ങൾ കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് പത്രത്തിൽ വായിച്ച് ഉള്ള അറിവാണ് എനിക്ക് ആദ്യമായിട്ടുണ്ടായത്. ഒരു സഹോദരി എൻ്റെ കയ്യിൽ ഒരു പത്രം കൊണ്ട് തന്നു. ഞാനത് കിട്ടിയ ഉടനെ തന്നെ അതിൻ്റെ ആദ്യ പേജുകൾ വായിച്ചപ്പോൾ തന്നെ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം, 2-3 ലക്ഷം രൂപ മുടക്കി ഒരു കിണർ കുത്തിയിട്ട് ആ കിണറിൽ വെള്ളമില്ലായിരുന്നു. ഒരു സഹോദരി ഇവിടെ നിന്ന് കൊണ്ടുപോയ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ആ വെള്ളമില്ലാതിരുന്ന കിണറ്റിലേക്ക് ഒരു നുള്ളു ഉപ്പ് വാരി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ കിണറ്റിലേക്ക് ഇട്ടു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, ഭയങ്കരമായ ഒരു സൗണ്ട് ആ കിണറിനുള്ളിൽ ഉണ്ടാവുകയും വെള്ളം പെട്ടെന്ന് തന്നെ കൃപാതീതമായിട്ട് പൊങ്ങി വന്ന ഒരു സാക്ഷ്യം പത്രത്തിലൂടെ ഞാൻ വായിച്ചു. ഒരിക്കലും എൻ്റെ ബുദ്ധിക്ക് നിരക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ടാണ് ഞാൻ ആദ്യം വരെ മനസ്സിലാക്കിയത്. എന്നാൽ തുടർന്നുള്ള സാക്ഷ്യങ്ങൾ വായിച്ചപ്പോൾ അത്ഭുതകരമായിട്ടുള്ള രോഗശാന്തികൾ, ക്യാൻസർ രോഗി സൗഖ്യപ്പെട്ടതും, അതുപോലെ തന്നെ ചെവി കേൾക്കാൻ പറ്റാത്തവർക്ക് ചെവി കേൾക്കാൻ സാധിച്ചതും, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങളെ നൽകിയതുമെല്ലാം വായിച്ചപ്പോൾ എൻ്റെ വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അന്ന് മുതൽ എനിക്ക് കൃപാസനത്തിൽ വരണം, കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വളരെ ആഗ്രഹത്തോടെ ഇരിക്കുന്ന ഈ 2024 ഓഗസ്റ്റ് മാസം 27-ാം തീയതി എനിക്കൊരു മേജർ അറ്റാക്ക് വന്ന് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് ICUവിൽ അഡ്മിറ്റായി. വളരെ സങ്കീർണമായൊരു സമയമായിരുന്നു. അഡ്മിറ്റായി ഒരു 4 ദിവസം കഴിഞ്ഞ് എന്നെ ICUവിൽ നിന്ന് പുറത്തിറക്കി. അതിനുശേഷം വീട്ടിലേക്ക് വിട്ടു.
വീട്ടിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഇടതുവശത്ത് താഴെയായിട്ടൊരു വേദന ആരംഭിച്ചു, യൂറിൻ ബ്ലാഡറിൻ്റെ സമീപത്തായിട്ട്. ആ വേദനയുമായിട്ട് മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ ഒരു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ പിത്തസഞ്ചിയുടെ അകത്തൊരു വലിയ മുഴ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ മുഴ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ പറഞ്ഞ് 10 ദിവസത്തിനുള്ളിൽ ഈ മുഴ റിമൂവ് ചെയ്ത് കളയണം. ഇത് അകത്തിരുന്ന് തനിയെ പൊട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് അപകടമാണ്, ആ ജീവന് തന്നെ ഭീഷണിയായിട്ട് വരും. അതുകൊണ്ട് പരമാവധി ഒരു 10 ദിവസം നമ്മൾക്ക് മരുന്ന് കൊണ്ട് മാറുമോ ഇല്ലെന്ന് നോക്കാം എന്ന് പറഞ്ഞ് എന്നെ വിട്ടയച്ചു. 10 ദിവസത്തെ ഗ്യാപ്പ് കിട്ടിയപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം ഞാൻ മാതാവിനോടും അമ്മയോടും ഈശോയോടും പ്രാർത്ഥിച്ചു. ദൈവമേ, എനിക്ക് കൃപാസനത്തിൽ പോകാനുള്ളൊരാഗ്രഹമുണ്ട്. എനിക്ക് പോകാനുള്ള എൻ്റെ വഴികളെ, തടസ്സങ്ങളെ മാറ്റിത്തന്ന് എനിക്ക് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുവാൻ അമ്മേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞപേക്ഷിച്ചു. എൻ്റെ ജീവിത പങ്കാളിയോടും എൻ്റെ സ്നേഹിതനോട് ബേബിയോടും ഒപ്പം ഞങ്ങൾ 2024 ഡിസംബർ 1-ാം തീയതി ഇവിടെ വന്ന് ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തിൽ വന്ന് എനിക്ക് 74 വയസ്സ് ഉള്ളതുകൊണ്ട് എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ലെന്ന് കൗണ്ടറിൽ നിന്ന് അറിയിപ്പ് കിട്ടി. അപ്പോൾ എൻ്റെ ജീവിത പങ്കാളി ഉടമ്പടി എടുത്തു. ജീവിത പങ്കാളിയുടെ ഉടമ്പടിയിൽ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോടൊപ്പം മാതാവിൻ്റെയും ഈശോയുടെ അടുത്ത് വന്ന് കണ്ണുനീരോടുകൂടി എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ പാപങ്ങൾ, എൻ്റെ കുറവുകൾ എല്ലാം ഞാൻ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് ശേഷം വെഞ്ചരിച്ച വസ്തുക്കളുമായിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി അവർ പറഞ്ഞ 10-ാം തീയതി ഞങ്ങൾ വീണ്ടും മെഡിക്കൽ കോളേജ് ചെന്നു. ഈ മെഡിക്കൽ കോളേജ് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വീണ്ടും ഒരു സ്കാനിങ് കൂടി ചെയ്യണം, മരുന്ന് കഴിച്ചതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടി. വീണ്ടും മരുന്ന് കഴിഞ്ഞപ്പോൾ റിസൾട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ മുഴ അവിടെ കാണാനില്ല. ഈ പിത്തസഞ്ചിയിൽ ഉണ്ടായിരുന്ന മുഴ അവിടെ നിന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ്. എന്നെ ചികിത്സിക്കുന്നവരുടെ വിദഗ്ധനായ പ്രൊഫസർ ഡോക്ടർ ഹൈന്ദവനായിരുന്നു. അദ്ദേഹം ഷീറ്റും വയറും ഈ സ്കാനിങ്ങും എല്ലാം വിദഗ്ധമായിട്ട് പരിശോധിച്ചതിന് ശേഷം നിങ്ങളെന്തായി പറയണത്? ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ആലപ്പുഴയിലുള്ള കൃപാസനത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു, അല്ലാതെ ഞാൻ വേറെ ഒരു ട്രീറ്റ്മെൻറ്റ് ഈ കാര്യത്തിന് വേണ്ടി ചെയ്തിട്ടില്ല. അദ്ദേഹം വളരെ നേരെ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇത് വൈദ്യശാസ്ത്രത്തിന് നേരെയുള്ളൊരു വെളിച്ചൂണ്ടാണ്. നിങ്ങളുടെ ഈ റിസൾട്ട് വൈദ്യശാസ്ത്രത്തിന് നേരെയുള്ളൊരു വെളിച്ചൂണ്ടായിട്ട് ഞാനിതിനെ കാണുന്നുള്ളൂ. എനിക്കിത് ശരിയോ തെറ്റോ എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ സ്കാൻ ചെയ്ത റിസൾട്ട് പരിശോധിച്ചാൽ എൻ്റെ വയറ്റിൽ മുഴയില്ല. കാരണം എൻ്റെ ഈശോയും മാതാവും എനിക്ക് വേണ്ടി അവിടുന്ന് സൗഖ്യം അയച്ചു. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം തിരുവചനം, അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഈശോയുടെ തിരുരക്തം, ഈശോയുടെ തിരുമുറിവുകൾ, ആ വിലയാണ് എന്നെ സൗഖ്യപ്പെടുത്തത്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ഐസിയിൽ കിടന്നപ്പോൾ, ഈശോയെ എൻ്റെ പാപിയായ എന്നെ ഈശോയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. എൻ്റെ പാപിമംഗലമായ രക്തത്തിലേക്ക് ഈശോയുടെ ജീവരക്തം, വിശുദ്ധ രക്തം ഒരു തുള്ളി ചേർത്ത് എന്നെ വിശുദ്ധീകരിച്ച് സൗഖ്യപ്പെടുത്തണമെന്ന്. ഈശോ ആ പ്രാർത്ഥന കേട്ടു. അമ്മ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചു. അതാണ് എനിക്ക് കൃപാസനത്തിൽ വന്നപ്പോൾ സംഭവിച്ചത്. അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പുത്രനോട് പ്രാർത്ഥിച്ചു, എന്നെ സുഖപ്പെടുത്തി. ഞാൻ അതിനുശേഷം പള്ളിയിൽ പോയി ഞായറാഴ്ചകളിലും വെള്ളിയാഴ്ച ഞങ്ങൾ ഉണ്ണീശോയുടെ ദേവാലയമാണ്. വെള്ളിയാഴ്ച നൊവേനയിലും കുർബാനയിലെല്ലാം സംബന്ധിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രോഗികളെ സന്ദർശിക്കുകയും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും എന്നെ സുഖപ്പെടുത്തിയ കർത്താവിന് മറ്റുള്ളവരെയും സുഖപ്പെടുത്താൻ കഴിയുമെന്നുള്ളൊരു ആഴമായ വിശ്വാസം എനിക്ക് ദൈവം തന്നു. യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 10-ാം തിരുവചനം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. വളരെ പ്രത്യാശയുടെ ഒരു വചനമാണ്. ഈ വചനം എൻ്റെ ഹൃദയത്തിൽ ജീവനുള്ളതായി തീരുകയാണ്. കാരണം ഏത് പ്രതിസന്ധിയിലും, ഏത് രോഗാവസ്ഥയിലും, ഏത് പ്രതികൂല സാഹചര്യം, ഈശോയുടെ വാഗ്ദാനം ഞാൻ സന്തോഷത്തോടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് സന്തോഷത്തോടെ ഞാനൊരു നിധിയായി കൊണ്ടു നടക്കുകയാണ്. നീ ഒരിക്കലും ഭയപ്പെടേണ്ട,
ഞാൻ നിന്നെ വലത് കരം നീട്ടി നിന്നെ അനുഗ്രഹിക്കും, നിന്നെ സംരക്ഷിക്കും. പ്രിയമുള്ളവരെ, ഇതിനേക്കാൾ വലിയൊരു വാഗ്ദാനം, എത്രയോ സന്തോഷകരമായൊരു വാഗ്ദാനമാണ് ഈശോ നമുക്ക് നൽകിയിരിക്കുന്നത്. ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുമ്പോൾ എനിക്ക് മാമോദീസ സ്വീകരിക്കാത്തതുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റുന്നില്ല. എങ്കിലും എല്ലാവരും വിശുദ്ധ കുർബാന എൻ്റെ സമീപത്തുള്ളവർ സ്വീകരിക്കുമ്പോൾ ഞാൻ കണ്ണുനീരോടുകൂടിയാണ് പള്ളിയുടെ അകത്തിരിക്കുന്നത്. കാരണം യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാം തിരുവചനം, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ്, ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ദിസ് ഈസ് മൈ ബോഡി. ഈ ജീവൻ്റെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ വലിയ നിധിയായി സൂക്ഷിക്കുകയാണ്. ഒരിക്കൽ എനിക്ക് എൻ്റെ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ഭക്ഷിക്കാനുള്ള കൃപ ഭാഗ്യം ദൈവം എനിക്ക് തരും എന്നുള്ളൊരു വലിയ പ്രത്യാശയിൽ ഞാൻ ജീവിക്കുകയാണ്. നിങ്ങളെൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കുന്നു. ഈശോയുടെ കുർബാന സ്വീകരിക്കുന്ന ഒരു വ്യക്തിയിൽ ഈശോ വസിക്കുന്നു, ആ വ്യക്തി ഈശോയിൽ വസിക്കുന്നു. എത്രയോ സന്തോഷമാണ്. ഈശോ വസിക്കുന്ന ഒരു വ്യക്തി കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതം എന്തായിരിക്കണമെന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഈശോയുടെ അതേ ഹൃദയവും ചിന്തയും സ്വഭാവവും പ്രാർത്ഥനയും സ്നേഹവും കാരുണ്യവും ഈ വ്യക്തികളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അത് ഈ ജീവൻ്റെ വചനമാണ് നമ്മൾക്ക് ഈ ബോധ്യം തരുന്നത്. അങ്ങനെ ഞാൻ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബൈബിൾ വായന എനിക്ക് എല്ലാ ദിവസവും മുടങ്ങാതെ സമയമെടുത്ത് പുതിയ നിയമവും പഴയ നിയമവും, ഇപ്പോൾ ഞാൻ വെളിപാട് പുസ്തകം അവസാനത്തെ പുസ്തകം വായിച്ച് ഇന്നാണ് തീർന്നത്. അങ്ങനെ നന്നായിട്ട് ബൈബിൾ വായിക്കാനും ബൈബിളിനെ കുറിച്ച് പരിശുദ്ധാത്മാവിനോട് ഞാൻ എൻ്റെ സംശയങ്ങൾ ചോദിക്കുന്നത്. എൻ്റെ ദൈവമായ പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുത്തെ ജ്ഞാനം എനിക്ക് ഗ്രഹിക്കുവാൻ കൃപ നൽകണമേ. ദൈവരാജ്യത്തിൻ്റെ ദൈവരഹസ്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും അതുപോലെ ജപമാലയും മുടങ്ങാതെ ചെല്ലുന്നുണ്ട്. ബൈബിൾ വായനയും മുടങ്ങാതെ എല്ലാ ദിവസങ്ങളിലും വായിക്കുന്നുണ്ട്. എനിക്ക് കൂടുതൽ വചനം പഠിക്കുവാനും കർത്താവിൻ്റെ ദിവ്യരഹസ്യങ്ങളെ കൂടുതൽ അറിയുവാനും പരിശുദ്ധാത്മാവായ ദൈവം എന്നെ സഹായിക്കട്ടെ. പരിശുദ്ധ അമ്മയും ദൈവമാതാവും എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു നന്ദി പറയുന്നു. അച്ഛൻ്റെ ടോക്ക് ഞാൻ ടി വിയിലും അതുപോലെ തന്നെ ചൊവ്വാഴ്ചകളിലുള്ള യൂട്യൂബിലുള്ള ഇതിലെല്ലാം ഞാൻ നന്നായിട്ട് കേൾക്കുന്നുണ്ട്. അച്ഛൻ്റെ ക്ലാസ്സുകളെല്ലാം വളരെ വെറിയേറിയ ക്ലാസ്സുകളാണ്. വിശ്വാസത്തിൽ വളരുവാനും നമുക്ക് പ്രാർത്ഥനയിൽ സ്ഥിരപ്പെടുവാനുള്ള ഒത്തിരി ടോക്കുകൾ അച്ഛൻ നൽകാറുണ്ട്. അതെല്ലാം സന്തോഷത്തോടും വിശ്വാസത്തോടെ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളോടൊപ്പം എനിക്കും കൃപാസനത്തിൽ വന്ന് ഈ ദൈവാനുഭവം നേടുവാനും പങ്കുവയ്ക്കുവാനും സാധിച്ചതിൽ ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഈ അൾത്താരയിൽ എൻ്റെ ജീവിത പങ്കാളിയോടൊപ്പം വിളിച്ച് നിർത്തിയ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. മാതാവിനോടും 1000 നന്ദി പറയുന്നു. ഞാൻ 6/2023 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തിട്ട് രണ്ടാമത് ഞാൻ പുതുക്കാൻ വന്നത് 2012-23 ഡിസംബർ മാസം വന്ന് ഞാൻ ഇവിടെ പുതുക്കാൻ വരണത് 2012 പുതുക്കി കഴിഞ്ഞിട്ട് അതുവരെ മുമ്പ് പുതുക്കി ഉടമ്പടിയിലായിരുന്നെങ്കിലും ഞാൻ വെച്ച നിയോഗമൊന്നും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായി ചെയ്യുന്നുമുണ്ട്. പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞ നിയോഗങ്ങളൊന്നും കാര്യമായിട്ടൊന്നും നടന്നില്ല. അപ്പോഴും ഞാൻ കൃത്യമായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെയും രണ്ടാമത് ഞാൻ പുതുക്കി കഴിഞ്ഞിട്ടും അതേ ഇതുപോലെ തന്നെയാണ് പോണതും. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ദൈവമേ, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, എവിടെയാണ് എനിക്ക് പറ്റണത്? എന്താണ് എന്നെ മാതാവ് എൻ്റെ നിയോഗങ്ങളൊന്നും കേൾക്കാതെയും കാണാതെയും പോകണതെന്ന് എന്നും ഞാൻ കുർബാനയ്ക്ക് പോകുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്, ചോദിക്കാറുമുണ്ട്. അപ്പോൾ ഒരിക്കലും
ഞാൻ ഒന്നും തെറ്റിക്കുന്നില്ലല്ലോ, അപ്പോൾ എന്താണ് എന്നിൽ പറഞ്ഞ കുറവ് എന്ന് എനിക്ക് കാണിച്ചു തരണമേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു ചെറിയ തുണിയുടെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ഭർത്താവില്ല, എനിക്കൊരു ആൺകുട്ടിയുള്ളത്. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ ബിസിനസ്, അതായത് വീടുകളിൽ കൊണ്ട് കൊടുത്തിട്ടാണ് ഞാൻ ജീവിതമാർഗം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു പെൺകുട്ടീനെ കണ്ടെത്തി. അവൾ തയ്പ്പാണ്, ഒരു കട എടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, ചേച്ചി ഇപ്പോൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഈ ഒരു ബിസിനസ് ചെയ്യണം മോളെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കടയിലോട്ട് ചേച്ചി വാ, രണ്ടാൾക്കും ഒരുമിച്ച് നിൽക്കാം. അപ്പോൾ ചേച്ചി വിൽക്കുമ്പോൾ തുണികൾ തയ്ക്കാൻ കിട്ടുമല്ലോ, അപ്പോൾ എനിക്കും അത് കിട്ടുകയും ചെയ്യും, ചേച്ചിക്കൊരു കടയും. അപ്പോൾ എൻ്റെ സ്വപ്നത്തിൽ ഒന്നായിരുന്നു ഒരു ചെറിയൊരു കട എടുക്കണം എന്നായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി മാതാവ് എനിക്ക് കാണിച്ചു തരുന്നതായിരിക്കും, നീ അപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരി, ഓക്കെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ നിസാര വാടകയുള്ളൂ. ഞങ്ങളുടെ മേട്ടിപ്പാടം ഇടവക ചെറിയ ഇടവകയാണ്. അപ്പോൾ എനിക്ക് തോന്നി ശരി നമ്മളിവിടെ നിൽക്കാം എന്ന് പറഞ്ഞിട്ട് ശരി ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ലോൺ എടുത്ത് ഒരുപാട് തുണികൾ ഞാൻ ആദ്യമായിട്ട് ഇറക്കണം. അപ്പോൾ എനിക്ക് തോന്നി മാതാവ് എനിക്ക് അനുഗ്രഹം തരുന്നതാണ്. ഞാൻ വിചാരിക്കാത്ത ലെവലിലേക്ക് ഞാൻ തുണി ഇറക്കി. അപ്പോൾ അവിടെ എല്ലാം കൊണ്ട് സെറ്റ് ചെയ്തു. അങ്ങനെ ഇരിക്കൽ അപ്പോൾ ഒരു വൈകുന്നേരം 23-ാം തീയതി ഒരു ഉച്ചയോടുകൂടി രാവിലെ ഞാൻ ആ കടയിൽ പോയി ഞാൻ കട തുറന്ന് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു തലകറക്കവും തലവേദനയും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് മൈൻഡ് ചെയ്തില്ല. എനിക്ക് ഉറക്കക്കുറവുണ്ട്, ടെൻഷനുണ്ട്, കടമുണ്ട്, ജപ്തിയിലാണ്, എല്ലാം അത് കാരണമായിരിക്കും ഞാൻ വിചാരിച്ചു. അപ്പോൾ പെൺകുട്ടിയോട് ഞാൻ പറയുകയും ചെയ്തു, എനിക്കറിയില്ല, ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, എനിക്ക് ചെറുതായിട്ട് തലവേദനയൊക്കെ ഉണ്ടടി എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചി തലവേദനയാണെങ്കിൽ വീട്ടിൽ പോയി കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട് വാന്ന് പറഞ്ഞു. ഞാൻ പറയും ഇല്ല, ഞാൻ ഉറങ്ങാൻ പോകണമെന്നില്ല, എന്നാൽ ഇവിടെ ഇരുന്നോളാം. അപ്പോൾ അവൾ വീട്ടിൽ പോയി. അപ്പോൾ ഈ കടയുടെ താക്കോലും എൻ്റെ കയ്യിൽ, അവളുടെ ഒരു കയ്യിൽ താക്കോലും ഉണ്ടാകും, 2 താക്കോലും അവളുടെ കയ്യിലും എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ടാവും. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ നേരത്തെ പോവാം ചേച്ചി ഇത് അടച്ച് എന്താ എന്നിരുന്നു. അപ്പോൾ ഞാൻ അന്ന് ഞങ്ങളുടെ ആ കടയുടെ നേരെ ഓപ്പോസിറ്റ് മാപ്സ് സ്കൂളാണ്, അവിടുത്തെ ആനിവേഴ്സറി ആണ്. എനിക്ക് തോന്നി ഇവിടെ ഒരുപാട് ആളുകൾ വരണതല്ലേ, അപ്പോൾ എൻ്റെ തുണി ഒരു കച്ചവടം നടക്കുമെന്ന് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഒരു 9 മണി രാത്രി വരെയും തുറന്ന് വയ്ക്കാം, എന്നിട്ട് അടയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു 2 മണിയാകുമ്പോൾ വീട്ടിലോട്ട് വന്നു. അപ്പോൾ എൻ്റെ കടയും വീടുമായിട്ട് ഇച്ചിരി കുറച്ച് വഴിയുള്ളൂ. വണ്ടി എടുത്ത് ഞാൻ 2 വീലർ ഓടിക്കണം, വണ്ടി എടുത്ത് ഞാൻ വീട്ടിലോട്ട് വരണു. വീട്ടിൽ വന്നിട്ട് അപ്പോൾ അപ്പോഴും എൻ്റെ ക്ഷീണം ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എൻ്റെ ഇതുകളെല്ലാം എൻ്റെ ജപ്തിയാണ്, എൻ്റെ വീടിനെ എനിക്ക് തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഒന്നും മൈൻഡ് ചെയ്യാണ്ട് ഇങ്ങനെ നിൽക്കണം. ഉറങ്ങാനും പോയില്ല. അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ മകൻ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ അപ്പുറത്ത് കടയിലെ ചേച്ചി അമ്മയെ വിളിക്കുന്നുണ്ട്, തുണി കൊണ്ട് ചെല്ലാൻ പറഞ്ഞു, അമ്മ ഒന്ന് ചെല്ലാമോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞിടാ മോനെ, എനിക്ക് നേരമില്ല, എനിക്ക് ഒരുപാട് കാര്യം, അമ്മ ഒന്ന് ജസ്റ്റ് ചെല്ലുക, ചേച്ചി ഒരുപാട് നേരം ദിവസമായി പറയുന്നത്. അപ്പോൾ ശരി ഞാൻ പോവാടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു 3 മണിയായി. ഞാൻ ഉച്ച നേരത്ത് ഒരു 3 മണി നേരം ഉറങ്ങിയുമില്ല. തുണികളെല്ലാം എടുത്ത് എൻ്റെ വണ്ടിയിൽ വെച്ച് ഞാൻ 2 വീലർ എടുത്ത് ഇറങ്ങിയതേ എൻ്റെ ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ കണ്ണ് തുറക്കണത് ഞങ്ങളുടെ ചാലക്കുടി സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലാണ്. അപ്പോൾ കണ്ണ് തുറക്കുമ്പോൾ ഞാനിത് എവിടെയാണ് എന്താണെന്ന് എനിക്ക് തന്നെ ഒരു പിടിയില്ല, ആരെയും കാണാനില്ല എൻ്റെ ചുറ്റും. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അവിടെ ഒരു കൂട്ടുകാരി വന്നിട്ടുണ്ട്, അവളവിടെ നിൽക്കുന്നുണ്ട്, പിന്നെ എൻ്റെ മകൻ അവിടെ നിൽക്കുന്നുണ്ട്, പള്ളിയിലെ അച്ഛൻ, എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോഴാണ് എനിക്ക് കണ്ണ് തുറക്കണേ. അപ്പം ചോദിച്ചു എനിക്ക് എന്ത് പറ്റി? അപ്പോൾ അവർ അച്ഛൻ വന്ന് പറഞ്ഞു, വിജയിച്ച് വിഷമിക്കണ്ട, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ തലയിൽ തലോടിയിട്ട് കുരിശ് വരച്ചു. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവം ഞാൻ എനിക്ക് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ലല്ലോ, എന്താണ് എനിക്ക് ആരും ഒന്നും പറയുന്നുമില്ല. അത് അത്രയും ഞാൻ പറഞ്ഞു. അച്ഛനെ നോക്കിയപ്പോൾ കരഞ്ഞു. ഞാൻ കരഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ ഓർമ്മ പോയിട്ട് പിന്നെ എനിക്കൊന്നും അറിയില്ല. പിന്നെ ഞാൻ പിറ്റേ ദിവസം തന്നെയാണ് എൻ്റെ ഓർമ്മ എനിക്ക് വരുന്നത്, അത് മെഡിക്കൽ കോളേജിൽ. അപ്പോൾ നോക്കുമ്പോൾ ഈ ഡോക്ടർമാർ മൊത്തം എൻ്റെ ചുറ്റും നിന്നിട്ട് എൻ്റെ കാല് ഇവർ പിടിച്ച് പഴിച്ച് എന്തൊക്കെയാണ് ചെയ്യണം. അപ്പോൾ എനിക്ക് നല്ല വേദന. അപ്പം ഞാൻ ചോദിച്ചു, എന്താ എൻ്റെ കാലുമ്മ നിങ്ങൾ ചെയ്യണേ? എൻ്റെ കാല് വിട്, എനിക്ക് നല്ല വേദനയുണ്ട് തോറും. അപ്പോൾ അവർ ചേച്ചി കാല് പിടിച്ച് വലിച്ച് കമ്പി ഇത് ഇട്ടില്ലെങ്കിൽ ചേച്ചിയുടെ കാല് വലഞ്ഞു പോകും, നടക്കാൻ പറ്റില്ല ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വെറുതെ ചുമ്മാ എനിക്ക് ഓർമ്മയൊന്നുമില്ല, ആകെ കിളി പോയോണ്ട് ഞാൻ ഇവരെ വഴക്ക് പറയാം, എൻ്റെ കാല് വീട്ടിൽ നിങ്ങൾ എനിക്ക് നല്ല വേദനയാണ്, എനിക്ക് ഒന്നും ഇടണ്ട, ഞാൻ മരിച്ചു പോക്കോട്ടെ എന്ന് പറഞ്ഞു. അയ്യോ അങ്ങനെ പറയില്ല നിങ്ങൾ, എന്താ നിങ്ങളിങ്ങനെ പറയണേ, ബഹളടിക്കില്ലേ എന്ന് പറഞ്ഞ് ഈ ഡോക്ടർമാർ മൊത്തം എൻ്റെ കാലങ്ങ് പിടിച്ച് വഴിച്ച് നല്ല വേദനയും. അപ്പോൾ ഇവർ വലിയ കണത്തിലാണ് ഒരു സാധനം അടിയിൽ വെച്ചിട്ട്
എൻ്റെ ഈ കാലിങ്ങനെ ചുറ്റി. അപ്പോഴേക്കും എൻ്റെ ഓർമ്മ കൈ വരെ നേരത്തെ ചുറ്റി. അപ്പോൾ നല്ല വേദന കയ്യും. അതിന് കൈ ചുറ്റിയെന്ന് ഞാൻ ഓർമ്മയൊന്നുമില്ല. ഓർമ്മ തുറന്നു ഈ കാലാണ് ഇവർ ചെയ്യുന്നത് ഞാൻ കാണുന്നത്. അതങ്ങനെ ചെയ്ത് ഇവർ എന്നെ വാർഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഓർമ്മയൊക്കെ അത്യാവശ്യം വന്നെങ്കിലും എനിക്ക് ഒന്നും അങ്ങനെ ഇതല്ല, ഞാൻ ശരിക്കും ഓക്കെ അല്ല. എനിക്ക് എല്ലാവരെയും കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. എന്തോ എൻ്റെ മൈൻഡെല്ലാം മാറിപ്പോയി. ഞാനങ്ങനെ ഇങ്ങനെ ഒരാൾ കിടക്കണം, അങ്ങനെ ഒരു മന്ദബുദ്ധി കിടക്കണവർ കിടക്കുമ്പോൾ എന്നെ വാർഡിലോട്ട് കൊണ്ടുപോയപ്പോൾ അവിടെ കട്ടിലൊന്നുമില്ല. അപ്പോൾ അവിടെ ഞങ്ങൾ അറിയുന്നൊരു പയ്യൻ, അവിടെ ഒരു നേഴ്സാണ് ഞങ്ങളുടെ മേട്ടിപ്പാടത്ത്. അവൻ ഓടി വന്ന് പറഞ്ഞു, ചേച്ചി വിജയിച്ചി എന്നെ അറിയോ? അപ്പം ഞാൻ ഇവനെ ഇങ്ങനെ നോക്കിയിട്ട് ചിരിക്കുന്നു, ഒന്നും പറയുന്നുമില്ല. അപ്പം ഞാൻ ഇവനെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പറഞ്ഞു കട്ടിലില്ല, അപ്പോൾ കട്ടിൽ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കട്ടിൽ ഉടനെ തന്നെ ഒരാൾ ഡിസ്ചാർജ് ആയി. കട്ടിൽ എനിക്ക് കിട്ടി. അവൻ കട്ടിൽ അങ്ങനെ കിടത്തി. പിന്നെ ഒരു ചെക്കപ്പായിരുന്നു. ചെക്കപ്പ് ചെയ്തും 15 ദിവസമായിട്ടും എന്നെ ഓപ്പറേഷൻ ചെയ്യുന്നില്ല അവർ. അപ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാവരും ഇടഞ്ഞു തുടങ്ങി, എന്തുകൊണ്ടാണ് വിജിയുടെ ഓപ്പറേഷൻ ചെയ്യാത്തത്. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല വേദനയും, വേദന എന്ന് പറഞ്ഞാൽ തരില്ല അതുപോലത്തെ വേദന. ഈ ഡോക്ടർ വരുമ്പോൾ ഞാൻ ചോദിക്കും എന്താ എൻ്റെ ഓപ്പറേഷൻ ചെയ്യാത്ത എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ എപ്പോഴും എന്നോട് തമാശ പറയും, പൈസ ഉണ്ടോ ഓപ്പറേഷൻ ചെയ്യാൻ? അപ്പം ഞാൻ വിചാരിച്ചു പൈസ ഇല്ലാത്ത കൊണ്ടാണോ ഡോക്ടർ എന്നെ ഓപ്പറേഷൻ ചെയ്യാത്തത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരികളെല്ലാം എന്നെ സഹായിച്ചിട്ട് ഒരു 30,000 രൂപ എൻ്റെ കയ്യിൽ വേറെ സെപ്പറേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഇത് നീ എടുക്കരുത്, ഇത് ഓപ്പറേഷന് മാറ്റി വെക്കണേന്ന്. അപ്പം ഞാൻ ഈ കാശ് പിറ്റേ ദിവസം ഡോക്ടർ വന്നപ്പോൾ ഈ പൈസ എടുത്ത് കാണിച്ചു, പൈസ ഉണ്ട് കയ്യിൽ, ഇതില്ലാണ്ട് കൊണ്ടാണ് ഓപ്പറേഷൻ ചെയ്യാണ്ട് നിങ്ങൾ നിൽക്കണേ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ എന്നെ നോക്കിയിട്ടൊന്ന് ചിരിച്ചു. ഓക്കെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോഴും ഈ ഡോക്ടർ എന്താ ഇങ്ങനെ. അപ്പം ഞാൻ മാതാവിൻ്റെ രൂപം എൻ്റെ അടുത്ത് എൻ്റെ മോൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, തൈലം അല്ലെങ്കിൽ എല്ലാം, എൻ്റെ തേൻ എല്ലാം കൊണ്ടുവന്ന്, ഉപ്പ് ഒക്കെ അവൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിരിക്കുക. എനിക്കൊരു ഒരു മോനുള്ള, അവൻ ആകെ ഷോക്കായിപ്പോയി. അപ്പനില്ല, മരിച്ചു പോയി, ഇനി അമ്മയും പോവുക എന്നുള്ള ഇതിൽ അവൻ നിൽക്കണേ. എന്നാലും അവൻ ഈ ഉപ്പും തേനും എല്ലാം എനിക്ക് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നേർച്ച വസ്തുവൊക്കെ ഉപയോഗിച്ചാൽ ഈ മാതാവിൻ്റെ ഫോട്ടോ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ ഇവരെന്തേലും ഓപ്പറേഷൻ ചെയ്യാണ്ടിട്ടിരിക്കണേ, ഞാൻ മരിച്ചു പോവോ, എന്താ സംഭവം, നീ ഒന്ന് വെളിപ്പെടുത്തി തായോ എന്ന് ഞാൻ എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ. ആ കിടക്കുമ്പോഴും ഞാൻ ഈ മാതാവിനെ നോക്കിക്കൊണ്ട് സംസാരിക്കുമായിരുന്നു. എൻ്റെ അമ്മയോട് എന്തൊക്കെ സംസാരിക്കുമ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ ഈ മാതാവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ അപ്പം ഞാൻ വേദനയാണല്ലോ, അപ്പോൾ ഓരോരുത്തരും എന്നെ വിളിച്ചു തുടങ്ങി, എന്താണ് ഓപ്പറേഷൻ, എനിക്കറിയില്ല, ഡോക്ടർ എന്നെ ഓപ്പറേഷൻ ചെയ്യുന്നില്ല എന്ന്, എന്താണ് എനിക്കെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇടപെട്ടു. MLA വിളിക്കണോ, പാർട്ടിയായിട്ട് ഇടപെട്ടു, കൂട്ടുകാരികൾ പറഞ്ഞിട്ട് ഇടപെട്ടു. അപ്പോൾ എല്ലാവരും ചോദിച്ചപ്പോൾ ഡോക്ടർക്ക് ഭയങ്കര സങ്കടമായി. ഡോക്ടർ നല്ല ഡോക്ടറാണ്, നമ്മുടെ ക്രിസ്ത്യൻസ് ഡോക്ടർ. അപ്പോൾ ഡോക്ടർ വന്നിട്ട് എൻ്റെ ഒരു കൂട്ടുകാരി വന്നിട്ട് പറഞ്ഞു, അവൾക്ക് ആരും ഇല്ല, നിങ്ങൾ എന്ത് 15 ദിവസം നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യാണ്ട് ഈ വ്യക്തിനെ ഇട്ടിക്കണേ, എന്താ സംഭവം നിങ്ങൾ ഞങ്ങളോട് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചീത്ത പറഞ്ഞു, നിങ്ങളിവിടെ വന്നു പോയാൽ പോരാ, എന്നെ കാണണം, വിജിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കണം നിങ്ങൾ. അവർക്ക് സീരിയസാണ്, അവർ കത്തി വെച്ച് അവർ മരിച്ചു പോകും. അപ്പോൾ ആ കുട്ടിക്ക് അമ്മയാണ് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങളിങ്ങനെ അറിയാതെ MLAയും ഇവരൊന്നും വിളിക്കുന്നത് ഞങ്ങൾക്കൊരു ഇറിറ്റേഷനാണ്. ഇവിടെ നിന്ന് ഈ വ്യക്തിനെ നിങ്ങൾ കൊണ്ടുപോയാലും എവിടെ പോയാലും ഇവർ രക്ഷപ്പെടില്ല. അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ഈ വന്ന് ഓരോന്ന് പറയുന്ന നേരം നിങ്ങളുടെ ഇടവകയിൽ അച്ഛനോട് ചെന്ന് പറയും പ്രാർത്ഥിക്കാൻ, നിങ്ങൾക്ക് പറ്റിയെങ്കിൽ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് ഈ കൂട്ടുകാരോട് പറഞ്ഞു. അവളാകെ ഷോക്കായിപ്പോയി. അപ്പോൾ ഡോക്ടർ രാവിലെ ട്രാവൽസിന് വന്നപ്പോഴാണ് എൻ്റെ മുന്നിൽ ഇത് വെച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ മരിക്കാനോ കിടക്കണ, ഡോക്ടർ എന്തോ പറയണം. അപ്പോൾ എന്നെ നോക്കിയിട്ട് ഒന്നുമില്ല, ചുമ്മാ പറഞ്ഞതാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കപ്പോൾ സീരിയസ് ആണ്, ഞാൻ പോവാറായി, മാതാവ് എന്നെ കൈ വിട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോഴും ഞാൻ എൻ്റെ മോനെയാണ് ഓർക്കണത്. ഞാൻ പോയാൽ മോനെ ആര് നോക്കും എന്നുള്ളൊരു സങ്കടമായിരുന്നു എനിക്ക്. അങ്ങനെ ഇരിക്കൽ പിന്നെ എൻ്റെ കൂട്ടുകാരിലൊക്കെ കട്ടയ്ക്ക് സപ്പോർട്ടായിരുന്നു. എൻ്റെ ഇടവകയിലെ കുറേ കൂട്ടുകാരികൾ ഇപ്പം ഇവിടെ വന്നിക്കണ എൻ്റെ കൂട്ടുകാരിയൊക്കെ ഒരുപാട് എന്നെ ചേർത്ത് പിടിക്കുമായിരുന്നു. എപ്പോഴും വിളിച്ചിട്ട് പറയും, നീ ഒന്നും സംഭവിക്കില്ല, നിനക്ക് നീ ഉടമ്പടിയിലല്ലേ, അപ്പം മാതാവിനെ രക്ഷിക്കടി എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരി പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഓപ്പറേഷൻ ചെയ്യാതിരിക്കുമ്പോൾ ഈ കൂട്ടുകാരിയോട് പറഞ്ഞു, വിജയെ താഴെ ഇറക്കാൻ പറഞ്ഞു ഡോക്ടർ. ഇറക്കേണ്ട ആവശ്യമില്ല, എന്നെ ഇവളെ കാണിക്കണം എൻ്റെ അവസ്ഥ. ഇറക്കിയിട്ട് റൂമിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. റൂമിൽ കൊണ്ടുപോയിട്ട് എല്ലാം 1 by 1 ആയിട്ട് എൻ്റെ ഈ കാലാണ് ഫസ്റ്റ് അയച്ചത്.
അയച്ച് കണ്ടപ്പോൾ ഈ കാലിത് ഇങ്ങനെ വളഞ്ഞിട്ട് ഒരു പോക്ക് പോയപ്പോൾ അവളും അയ്യോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടിപ്പോയി. ഞാൻ പറഞ്ഞു ദൈവം എൻ്റെ കാലിങ്ങനെ അയ്യോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഒന്നില്ല വിജയിച്ച് അത് നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഈ കാല് അത്ര അവസ്ഥയിലാണ് കിടക്കുന്നത്. തൊലിപ്പുറത്താണ് എൻ്റെ ഈ പാദം കിടക്കണത്. അത് അങ്ങനെ വെച്ചിട്ട് ഒരു 2 ഡോക്ടർമാർ ഈ കാല് നീട്ടിപ്പിടിക്കുക. അപ്പോൾ കൂട്ടുകാരിയോട് പറഞ്ഞു പിടിക്ക് ചേച്ചി, ഇതാണ് വിജിയുടെ അവസ്ഥ, നിങ്ങൾ അവിടെ പോയിട്ട് കണകുണാന്ന് വർത്താനം പറയില്ലേ. അത് കഴിഞ്ഞ് കൈ അയച്ചപ്പോഴും ഇതേ അവസ്ഥ തന്നെ. ഞാനാകെ ഇല്ലാതായിപ്പോയി, ബ്ലാങ്കായിപ്പോയി. ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ഒരിക്കലും രക്ഷപ്പെടില്ല. എന്നെ മാതാവ് കൈവിട്ട് തന്നെയാണ് പോയത്. അപ്പോൾ എനിക്ക് ആൽവിനെ എൻ്റെ മോനെ നോക്കുമ്പോൾ അപ്പം എനിക്ക് സങ്കടമായി. ഇനി എൻ്റെ കൊച്ചിനെ ആരുണ്ട്, ആര് നോക്കും എന്നുള്ള ചിന്തയും ഭയങ്കര. മാതാവിന് അപ്പോഴും ഞാൻ പറയുന്നത് ഇതിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തോ, എന്താണ് നീ ഇത് സംഭവിക്കുന്നത്, എന്താ ഇനി പറഞ്ഞു താനിക്കെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇരിക്കൽ അപ്പോൾ എല്ലാം കൂടുതലാണ്, ഷുഗർ, പ്രഷർ, പിന്നെ തലയ്ക്ക് ബ്ലീഡിങ്, വാരിയർ പൊട്ടിയിട്ടുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവരോട് പറഞ്ഞു, ഈ കൂട്ടുകാരോട് ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് പറ്റിങ്ങ വിജിക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ അത് ചെയ്യും. ഇവൾക്ക് സങ്കടമായി, ഇവൾ ഓടിപ്പോയി, ഇവൾ വേഗം പോയി, എൻ്റെ അടുത്ത് നിന്നില്ല. അപ്പം ഞാൻ ചോദിച്ചാൽ എന്തേടി എനിക്ക് പറ്റിയില്ലടി, എനിക്ക് ചെറിയ തലവേദന, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ പോയി അച്ഛനോട് ചെന്ന് പറഞ്ഞു അച്ഛാ വിജിക്ക് സീരിയസ് ആണ്, എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അച്ഛനുടനെ പള്ളിയിൽ വിളിച്ചു പറഞ്ഞു വിജയിച്ചിക്ക് ഇത്ര കൂടുതലാണ്, എല്ലാവരും പ്രാർത്ഥന സഹായം വേണം കേട്ടോ എന്ന്. അപ്പോൾ ഇവിടെയും നമ്മുടെ കൃപാസനത്തിനെ വിളിച്ച് എൻ്റെ കൂട്ടുകാർ തന്നെയാണ് പറഞ്ഞിരിക്കണത്. അവരും പറഞ്ഞ് പ്രാർത്ഥിക്കാട്ടോ, ഒന്നും സംഭവിക്കില്ല. അങ്ങനെ ഇരിക്കൽ ഇവരൊക്കെ പ്രാർത്ഥന നടക്കുന്നുണ്ടെങ്കിലും ഞാൻ മാതാവിനെ മുറുക്കി പിടിച്ചായിരുന്നു, സത്യം പറഞ്ഞാൽ മുറുക്കി പിടിച്ചായിരുന്നു. ഒന്നില്ലെങ്കിൽ എനിക്ക് ജീവനെ തരണം, ഇല്ലയെന്ന് വെച്ചാൽ ഉടനെ എടുക്കണം, വേദനയിൽ നിന്ന് കിടക്കാൻ പറ്റില്ല, പിന്നെ എൻ്റെ മോനെ നോക്കണേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന മൊത്തം. അപ്പം മാതാവ് ചിലപ്പോൾ മാതാവിൻ്റെ ഫോട്ടോ നോക്കുമ്പോൾ ഇങ്ങനെ പറയും നീക്കൊന്നും സംഭവിക്കില്ല, ഞാനുണ്ടല്ലോ എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. മാതാവിനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണടഞ്ഞ് പോകുമ്പോൾ മാതാവിനെ കാണും. എന്നെ മാതാവ് വന്നിട്ട് എന്നെ ഇങ്ങനെ തലോടും, എന്നിട്ട് പറയും വേദന ഒന്നും ഇപ്പം നീ നോക്കണ്ട, നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കും ഉറപ്പ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. അപ്പം ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ആരെയും കാണാനില്ല, അപ്പം ഞാൻ മാത്രമാണ് അവിടെ കിടക്കണത്. ഇങ്ങനെ എനിക്ക് പല പ്രാവശ്യം എൻ്റെ മാതാവ് എൻ്റെ കട്ടിലിൻ്റെ അവിടെ വരികയും എന്നെ തൊടുകയും എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ എന്തായാലും മരിക്കില്ല. ഡോക്ടർമാർക്കൊക്കെ നല്ല പേടിയായിരുന്നു, കുറേ ഡോക്ടേഴ്സ് ഉണ്ട്, ഒരു 10-15 ഡോക്ടർമാർ എൻ്റെ അടുത്ത് മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കലും ഒരു ദിവസം എന്നെ എല്ലാ ദിവസവും എല്ലാ ചെക്കപ്പും നടത്തുന്നത് ഇത് കുറയുന്നുണ്ടോ, ഇവൾ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ വിജയന്, ഒന്നും നടക്കണില്ല, ഒന്നും കുറയുന്നില്ല. ഇങ്ങനെ ഇരിക്കും. ഒരു രാത്രിയിൽ ഞാൻ മാതാവിനോട് 3 മണി നേരത്തെ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്നൊരു കണ്ണ് തുറന്ന് ആരോ വന്ന് എന്നെ തൊട്ടോണം ഞാൻ ഇട്ടിട്ട് മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്കൊരു ഡേറ്റ് തരണം, ആ ഡേറ്റിൽ എൻ്റെ ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ, എല്ലാം നീ കുറയ്ക്കണം, നിനക്ക് കഴിയാത്തതൊന്നും ഇല്ലല്ലോ, നിനക്ക് സാധിക്കും, അത് നീ അത് ചെയ്തേ പറ്റൂ, എനിക്ക് വേണ്ടി എൻ്റെ കുഞ്ഞിന് വേണ്ടിയെങ്കിലും നീ ചെയ്യണേ എന്നായിരുന്നു എൻ്റെ സങ്കടം പ്രാർത്ഥനയും. അങ്ങനെ ഇരിക്കില്ല 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ എല്ലാ ചെക്കപ്പും നോക്കിയപ്പോൾ എല്ലാം നോർമലാണ്. ഞാൻ തന്നെ ചിലപ്പോൾ നെട്ടിപ്പോയി. പെട്ടെന്ന് നോർമലാവണ്, പെട്ടെന്ന് ഡേറ്റ് എടുക്കണം ഡോക്ടർമാർ, ചടപടാന്ന് പറഞ്ഞിട്ട് വേഗം അറിയിക്കണം. വീട്ടിൽ ആൽവിനെ വിളിച്ചു. ആൽവിന് ഭയങ്കര കാര്യമാണ് അവർക്ക്. ആൽവിൻ എപ്പോഴും എന്നെക്കാളും ഇപ്പോൾ ആൽവിൻ ഡൗണാണ്, കാരണം അമ്മ അങ്ങനെ പോവല്ല. അപ്പോൾ ആൽവിനെ വിളിച്ചിട്ട് പറഞ്ഞു ആൽവിൻ നീ വീട്ടിൽ പോയിട്ട് റേഷൻ കാർഡിൻ്റെ എന്തൊക്കെയോ ചെയ്യാൻ പറഞ്ഞവർ, വേഗം വരണം, ഒരാളോട് പറയാൻ നിൽക്കണ്ട, വേണമെങ്കിൽ നീ പറഞ്ഞ് പെട്ടെന്ന് വരണം, നാളെ ഉടനെ ഓപ്പറേഷനാണ് അമ്മയ്ക്ക്. അപ്പോൾ ഇവരുടെ പേടി എന്താണെന്ന് വെച്ചാൽ എനിക്ക് നാളെ എങ്ങനെ കൂടോ, ഇപ്പം നോർമലാണല്ലോ, ഇപ്പം ചെയ്യാന്നുള്ള ഇതിലാണ് ഇവർ ഡേറ്റ് എടുക്കണം. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു എന്ത് ഡോക്ടർ പെട്ടെന്ന് ഇങ്ങനെ പറയാം, പെട്ടെന്നായിരുന്നു കുറഞ്ഞതൊക്കെ, ഈ മാതാവിനോട് പ്രാർത്ഥിച്ചില്ലേ, അതെ ആ അനുഗ്രഹമാണ് ഇപ്പോൾ വന്നേക്കണത്, അപ്പം ചേച്ചി പേടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ആൽവിൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ കൂട്ടുകാരികൾ വിളിച്ചുകൊണ്ട് ഇപ്പോൾ വന്നിക്കണ സിബിയോട് പറഞ്ഞു, എല്ലാവർക്കും സന്തോഷമായി, എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം എനിക്ക് സമയമെടുത്തു. 7 മണിക്ക് ഞാൻ ഓപ്പറേഷൻ തിയേറ്റർ കൊണ്ടുപോകണേ ആരുമില്ല, എൻ്റെ മോൻ മാത്രമേ ഉള്ളൂ, എൻ്റെ വീട്ടുകാരൊക്കെ വരണുള്ളൂ, എല്ലാം കുറച്ച് സഹകരണം കുറവാണ്. പക്ഷേ എൻ്റെ കൂട്ടുകാരികളെല്ലാം വിളിയും പ്രാർത്ഥനയും. പിന്നെ ഒരു കൂട്ടുകാരി 6 മണിക്ക് എന്നെ അവിടെ എത്തി. അവളെ എത്തുന്നേക്കാളും മുമ്പ് തൊട്ടടുത്തുള്ള ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്ന് എന്നെ ഡ്രസ്സ് ചെയ്തു. എല്ലാം കഴിഞ്ഞ് വൃത്തിയായിട്ട് ഞാൻ ഇരിക്കുമ്പോഴും മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവേ എന്നെ തിരിച്ചു കൊണ്ടുവരണേ, എന്നെ മരണത്തിലേക്ക് വിടരുതേ. എപ്പോഴും ഈ മാതാവിനോട് പ്രാർത്ഥനയായിരുന്നു. അത് കഴിഞ്ഞ് എന്നെ ഓപ്പറേഷൻ തിയേറ്റർ കഴിച്ചപ്പോൾ ഒരു പേപ്പർ കൊണ്ടുവന്നിട്ട് ആൽവിനോട് പറഞ്ഞു ഇത് ഒപ്പിടും, ആൽവിനെ ഒപ്പിടാൻ നേരത്ത് ഡോക്ടർ പറഞ്ഞു അമ്മ വരാതെ ഇരിക്കാം. അപ്പം ഞാൻ ഈ ഡോക്ടറോട് ചോദിച്ചു എന്താ ഇങ്ങനെ പറയണേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ പറയണം, എന്തെങ്കിലും സംഭവിച്ചാൽ നാളെ ഞങ്ങളുടെ പേരിൽ ഒന്നും കേസാക്കി വരരുതല്ലോ വിജയിച്ചി,
വിജയിച്ച് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ശരി, അപ്പം ഞാൻ ആൽവിനെ ഒന്ന് നോക്കി. ഞാൻ നോക്കിയിട്ട് വിജയ് പറഞ്ഞത് മനസ്സിൽ തോന്നിയത്, ഞാൻ ഇനി തിരിച്ചു വരുമോ എൻ്റെ മോനെ കാണാനായിട്ടെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം ഞാനപ്പോൾ എനിക്ക് പിന്നെ ഒന്നും എൻ്റെ മോനോട് പറയാൻ പറ്റിയില്ല. അപ്പം എൻ്റെ മോന് ഞാൻ കൈ കൊണ്ടൊന്ന് തലോടി. എന്നിട്ട് ഞാൻ ഓപ്പറേഷനായിട്ട് കൊണ്ടുപോയി. അങ്ങനെ അവിടെയും കൊണ്ടുപോയപ്പോൾ കുറേ പ്രശ്നങ്ങൾ. എനിക്ക് മരയിക്കാൻ തോന്നിയിട്ട് ഒന്നും റെഡി ആവണില്ല. അപ്പോൾ കുറേ ഡോക്ടർമാർ ചുറ്റും നിൽക്കുന്നുണ്ട്. ഞാൻ ഇവരെന്താ എന്നെ എന്താണ് ചോദിച്ചപ്പോൾ പറഞ്ഞു, ചേച്ചി ഇത് കുത്തി വെച്ചിട്ട് ഇതാവണില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ നീ ഇടപെടണം കേട്ടോ, ഇത്രയും ഡോക്ടർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. നീ തൊട്ടാൽ എൻ്റെ ശരീരം ഇവർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ രീതിയിൽ നീ ആക്കി കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച ആ ഒരു സെക്കൻഡ് വെച്ച് മാതാവ് എൻ്റെ ശരീരം മൊത്തം ചെയ്തെടുത്ത് മരയിപ്പോൾ അങ്ങനെ തുടങ്ങി. എല്ലാം കാല് റെഡിയായി, കൈ റെഡിയായി. ഇവരെന്തൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നുണ്ട് പേടിച്ചിട്ട്. അതുവരെ ശരിയാത്ത കാലും കൈയെല്ലാം റെഡിയായി. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഉറങ്ങിക്കോട്ടാ എന്ന് പറഞ്ഞ് മുഖത്ത് തുണിയിട്ട് അതേ ഞാൻ അറിഞ്ഞോളൂ. എൻ്റെ ഓർമ്മ പോയി. 4-5 മണിക്കൂറായിരുന്നു. മേജർ ഓപ്പറേഷനായിരുന്നു. കാലാണ് ഏറ്റവും കൂടുതൽ. എനിക്കിപ്പോൾ കമ്പിയാണ്, മുട്ടിൻ്റെ അവിടെ എല്ലാം തകർന്നു പോയി എനിക്ക്. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു. കണ്ണ് തുറന്നു. ഒരു 5 മണിക്കൂറിൽ കണ്ണ് തുറന്നില്ല. ഒരു 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് അപ്പുറത്തേക്ക് മാറ്റിയിട്ട് 3 ഡോക്ടർമാർ ഇങ്ങനെ ചുറ്റിയിരിക്കുന്നു. ഞാൻ 1 മണിക്കൂറിനുള്ളിൽ കണ്ണ് തുറന്നെന്നുള്ളതാ. അവർ തന്നെ അത്ഭുതം. അവർ പറയുന്നത് ഇത്രയും മേജർ ഓപ്പറേഷൻ ചെയ്ത ഒരാൾ കണ്ണിങ്ങനെ 1 മണിക്കൂറിന് തുറക്കില്ല അത്രേ, അത് കുറേ മണിക്കൂർ പിടിക്കുമെന്ന്. പക്ഷെ ഞാൻ പെട്ടെന്ന് ഈ ഡോക്ടർ എൻ്റെ അടുത്ത്, ഈ 3 ഡോക്ടർമാർ ഇങ്ങനെ ഇരിക്കുന്നു, ലേഡീസുകളെല്ലാം അവിടെ നിൽക്കണം. ഞാൻ കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോൾ ഈ ഇരിക്കുന്ന ഡോക്ടർ ചോദിച്ചു, വിജയിച്ചി എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ, നെഞ്ചുവേദന ഉണ്ടോ, ഛർദ്ദിക്കാൻ തോന്നുന്നുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോഴും മാതാവ് എൻ്റെ അടുത്ത് നിൽക്കണമാതിരി എനിക്ക് തോന്നുന്നത്. ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഒന്നുമില്ലല്ലോ, സത്യമല്ല പറയണത്. സത്യം ഞാൻ പറയണേ, ഞാൻ നുണയെന്നും പറഞ്ഞാൽ ഞാൻ ഒന്നുമില്ല ഡോക്ടറെ എന്ന് പറഞ്ഞു. ഞാൻ നല്ലപോലെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ അവർക്ക് തന്നെ അത് അത്ഭുതമായി പോയി. അപ്പോൾ അവർ ഓക്കെ, നമുക്ക് സന്തോഷമായി. കാരണം ഞാൻ മരണത്തിലേക്ക് പോകാൻ ഞാൻ എന്നെ മാതാവ് തിരിച്ചു കൊണ്ടപ്പോൾ എന്തോ ഒരു ശക്തി ഇവിടെ അവർക്ക് തോന്നിയത്. ഇവർ പ്രാർത്ഥിച്ച മാതാവ് തന്നെയാണ് ഇവരെ തൊട്ടിക്കണതെന്ന് ഉറപ്പാണ്. 100% ഉറപ്പാണ്. 1% പോലും ഞാൻ പിന്നോട്ട് പോവില്ല. കാരണം എൻ്റെ അനുഭവങ്ങളാണ്. അത് കഴിഞ്ഞ് എന്നെ പുറത്ത് കിടത്തിയപ്പോൾ എൻ്റെ മോൻ വിഷമിച്ച് കരഞ്ഞ് ഇന്ന് അവിടെ ഒരു മുക്കിലപ്പോൾ ഇരുന്നപ്പോൾ ആൽവിൻ എന്ന് വിളിച്ചു ഡോക്ടർ വന്നപ്പോൾ ഓടി വന്നുവൻ. അമ്മ ഓക്കെയാണ് കേട്ടോ, അമ്മയെ പുറത്ത് കിടത്താണ്, നിങ്ങൾ കൊണ്ട് എക്സ്റേ എടുത്തിട്ട് വാർഡിലേക്ക് കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ ദൈവം, ഞാൻ എൻ്റെ കൂടെ നിൽക്കണേ. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ട്. ഞാൻ പോയപ്പോൾ ഉണ്ടായില്ല, അവരെല്ലാവരും വന്നിട്ടുണ്ട്. കൂട്ടുകാരി എല്ലാവരും ഈ മാതാവിനെ നന്ദി പറഞ്ഞു. ആൽവിന് മുഖത്തൊരു സന്തോഷം തോന്നി. അമ്മ തിരിച്ചു വന്നില്ലോ, അമ്മ ഈ കിടന്നാലും എനിക്കൊരു അമ്മയെ കിട്ടിയില്ലോ എന്നുള്ള തോന്നല് എനിക്ക് തോന്നി. അവനോടൊന്നും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ എന്നെ എക്സ്റേ എടുക്കാൻ കൊണ്ടുപോയി. എക്സ്റേയും എല്ലാം എടുത്തു വാർഡിൽ കൊണ്ടുപോയി. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കടന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായി. ഞാൻ നീട്ടി പറയണില്ല, എല്ലാം ചുരുക്കിയാണ് പറയണേ. പക്ഷേ മാതാവ് ഉണ്ടായിരുന്നു, ഈശോ മാതാവ് എൻ്റെ കൂടെ. അങ്ങനെ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തു. ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഡിസ്ചാർജ് ചെയ്തു. അപ്പം ഞാൻ ചോദിച്ചു, എന്നെ ഇത്ര പെട്ടെന്ന് ചെയ്യണോ? ഞാൻ വീട്ടിൽ പോയി എനിക്ക് എന്തെങ്കിലും ഒന്നും പറ്റില്ല, എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കൂടുതൽ തോന്നുകയാണെങ്കിൽ ആൽവിനോട് പറഞ്ഞു ആംബുലൻസിൽ എന്നെ അമ്മ കൊണ്ടുവരണം, എന്നെ കിടത്തി എന്നെ കൊണ്ടുപോകണതും കൊണ്ടുവരണതല്ല. അങ്ങനെ എന്നെ കിടത്തി കൊണ്ടുപോയി വീട്ടിലോട്ട് കിടത്തി കൊണ്ടുപോയി അവിടെ റൂമിൽ കിടത്തിയിട്ട് പറഞ്ഞു, ഇനി എന്തെങ്കിലും അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അമ്മയെ തിരിച്ച് കൊണ്ടുവരണം ആൽവിനെ എന്ന് പറഞ്ഞു. അതൊന്നും ഉണ്ടായില്ല. എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായി. എൻ്റെ ഈ കൂട്ടുകാരി, ഇവിടെയുള്ള കൂട്ടുകാരി ഇവിടെ ഞാൻ പറഞ്ഞു കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കണേടി. അത് കഴിഞ്ഞ് മാതാവിൻ്റെ ലൈറ്റ് കത്തിൻ്റെ ആ രൂപം പിടിച്ച് എൻ്റെ റൂമിൽ ഇനി ഫിറ്റ് ചെയ്യണമെന്ന് അതെല്ലാം എൻ്റെ റൂമിൽ വച്ചായിരുന്നു. ഞാൻ എന്നെ കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ മാതാവിനെ ഞാൻ നോക്കി പറഞ്ഞു, നന്ദി പറഞ്ഞു. മാതാവേ എൻ്റെ ജീവനെ തന്നില്ലോ, എനിക്ക് നന്ദി ഉണ്ട് കേട്ടോ മാതാവേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2 മാസം ആ കിടന്ന കിടപ്പായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക്. എല്ലാം എൻ്റെ മോനാണ് ചെയ്തത്. ഒരു ഭർത്താവ് ചെയ്യുന്ന ജോലി എൻ്റെ മോൻ ചെയ്തെന്ന് തന്നെ പറയാം. ഒരു മടി കൂടാതെ എൻ്റെ കുഞ്ഞ് ചെയ്തു. പക്ഷേ എൻ്റെ മാതാവ് ഈശോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ നാട്ടുകാർ മൊത്തം ഉണ്ടായി. വികാരി അച്ഛനുണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ. ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ഇരുന്ന് ഈ ഡോക്ടർ പിന്നത്തെ ഇതിൽ പോയപ്പോൾ പറഞ്ഞു, വിജയിച്ചി നടക്കില്ല കേട്ടോ, നടക്കില്ല എന്ന് പറയുമ്പോൾ എനിക്കറിയാലോ എല്ലാം ഒന്നും നടക്കില്ല, വണ്ടി എടുക്കില്ല, നടക്കില്ല എന്ന് പറഞ്ഞു.
ഉറപ്പ് പറയും ഡോക്ടർ. അന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ ശരിയാവില്ലല്ലോ, ഞാൻ പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെ അടുത്താണ്, മാതാവിനാണ് എന്നെ രക്ഷിച്ചത്, അപ്പോൾ മാതാവ് എന്നെ നടത്തിക്കോളും. ഓക്കെ, നിങ്ങളൊന്നും പറയണ്ട, ഞാൻ ഒരു ചെന്തൊരു വഴക്കുണ്ടാക്കാം, ഒന്നും പറയണ്ട, എൻ്റെ മാതാവ് എന്നെ നടത്തിക്കോളും, എന്നെ മാതാവാണ് രക്ഷിച്ചത്. അപ്പോൾ ഇവർക്കും മിറാക്കിളാണ് ഇവർ പറയുന്നത് മാതാവാണ് രക്ഷിച്ചിരിക്കണത്. ഇവിടെ എല്ലാം ഒരു മാതാവിനെ ഭയങ്കര ഇതായിട്ട് അത് തന്നെ സംസാരിച്ചു. ഞാനെന്താ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന് പറഞ്ഞു. ഡോക്ടർ പറയുന്ന മാതിരി അല്ലല്ലോ നടക്കണത് എന്ന് പറഞ്ഞു. ശരി, അപ്പോൾ ചേച്ചിയുടെ വിശ്വാസം ചേച്ചിയെ രക്ഷിക്കട്ടെ, ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാനും വാശി. അങ്ങനെ ഈ മരുന്നെല്ലാം തന്നു വിട്ട് അങ്ങനെ 3-4 തവണ ഞാൻ പോയി വന്നുകൊണ്ട് 2 മാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു ദിവസം ഈ ഡോക്ടറോട് ചോദിച്ചു, ഞാൻ നടക്കട്ടെ? ദൈവമേ നടക്കണ്ട, നിങ്ങൾ നടക്കാൻ ആര് പറഞ്ഞു നിങ്ങളോട്? ഞാൻ പറഞ്ഞോ നടക്കണ്ട നിങ്ങൾ, അത് ഞങ്ങൾ പറയാറായിട്ടില്ല. പിന്നെ ചേച്ചിക്ക് ഞാൻ പറഞ്ഞു ഞാൻ നടക്കും, എന്നെ മാതാവ് നടത്തിക്കുന്നേ. അപ്പോൾ ഡോക്ടർ എന്നിട്ട് ഇങ്ങനെയൊക്കെ പറയണേ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നടക്കണ്ട, ഇപ്പോൾ വിജയിച്ച് ഇപ്പം നടക്കണ്ട, ഞാൻ പറയണത് കേൾക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാനത് കേൾക്കില്ല, എൻ്റെ മാതാവ് എന്നോട് പറയുന്നത് നടക്കാനാ, അപ്പോൾ എന്നെ ഞാൻ നടത്തിക്കുന്നേ, ഒന്ന് ഞാൻ നടക്കട്ടെ, ഇപ്പം എന്താ കുഴപ്പം, എന്നെ ചവിട്ടിക്കെന്ന് പറഞ്ഞു. എന്നാൽ ശരി ആൽവിനെ അമ്മയൊന്ന് ഇരുത്താം. ഞാൻ കാലിങ്ങനെ എടുത്ത് ഇങ്ങനെ വയ്ക്കലും ഒരു മിന്നൽ പോളെ ഇങ്ങോട്ട് കയറിയപ്പോൾ ഡോക്ടർ ഞാൻ പറഞ്ഞില്ലേ, ഇല്ല ഡോക്ടറെ എനിക്ക് ഒന്നും സംഭവിച്ചില്ല, ഞാൻ ഒന്ന് ചവിട്ടട്ടെ, നിങ്ങളവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പതുക്കെ ഈ കാലെടുത്ത് ചവിട്ടി അവിടെ അങ്ങനെ ഉറപ്പിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവാണ് ഇത് തുടർന്നത്, ഇവരൊന്നും അല്ല, ഈ മരുന്നും മേബിളും ഒന്നുമല്ല എൻ്റെത്, എനിക്ക് മനസ്സിലായി അതോട്. അപ്പോൾ ഈ ഡോക്ടർ ചിരിച്ചിട്ട് പറഞ്ഞു, ഓ ചേച്ചി ഈ മാതാവിനെ മുറുക്കി പിടിച്ച് കണ്ടു, വെറുതെയാണ് ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തത്, ചുമ്മയല്ല ഞാൻ ഉടമ്പടി എടുത്തത്, മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നേ, അപ്പം നിങ്ങളൊന്നും പറയണ്ട, പേടിക്കണ്ട നിങ്ങൾ, ഞാനല്ലേ പറയണേ, എൻ്റെ മാതാവ് എന്നെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ്. ശരി വിജയിച്ച് വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ ഉത്തരവാദിത്തം അല്ലാന്ന്, ഓക്കെ വേണ്ട ഞാൻ ഏറ്റോളാം എന്നും പറഞ്ഞ് ഞാൻ വീട്ടിൽ എന്നെ ആൽവിൻ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അമ്മ ഡോക്ടർമാർ പറയുന്ന കേൾക്കമ്മ, അമ്മ നടക്കില്ലേ, എന്തെങ്കിലും വന്നു പോയി അമ്മയ്ക്ക് എനിക്ക് അമ്മ ഇല്ലാണ്ടാവില്ലോ, ഒന്നും സംഭവിക്കില്ല മോനെ, നിനക്ക് വിശ്വാസം ഇല്ലേ, നിനക്കില്ലെങ്കിൽ എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ എന്നെ കൊണ്ടുവന്ന് കിടത്തി. ഇവൻ പുറത്ത് പോയപ്പോൾ എൻ്റെ വീട്ടിൽ ആരും ഇല്ല, എൻ്റെ മോന് ഞാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവൻ പറഞ്ഞിട്ട് പോയി, ഇതേ അമ്മ ഇനി എങ്ങാനും ഞാൻ അറിയാണ്ട് നടന്നാ അമ്മ ശരിയാക്കൂട്ടാന്ന് പറഞ്ഞ് ഇവൻ പോയി. ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ രൂപത്തിൽ നോക്കിയിട്ട് പറഞ്ഞേ, എനിക്ക് ആ രൂപക്കൂട് നല്ല സെറ്റപ്പായിട്ട് എനിക്ക് രൂപക്കൂട് നല്ല ഭംഗിയിൽ വേണമെന്ന് വെച്ച് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കണതാ. എനിക്ക് ആ ഹാളിലേക്ക് പോകണം, എനിക്ക് ആ ഈശോയുടെ അടുത്ത് പോയി ഈ ആക്സിഡൻറ്റ് പറ്റിയ കയ്യൊന്ന് ഈശോയുടെ അടുത്തൊന്ന് തൊടണം, ഇതാണ് എൻ്റെ ആവശ്യം ആഗ്രഹം. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇവിടെ ആരും ഇല്ല കേട്ടാ, എൻ്റെ വടിയും കുത്തിപ്പിടിച്ച് ഞാൻ പതുക്കെ നടക്കണം, എൻ്റെ കൂടെ വരണേ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ അതിശയിച്ചു പോയി. നടക്കാൻ പിടിച്ച് എന്നെ എൻ്റെ മോനും നടത്തിയ മോൻ ഞാൻ തന്നെ ഇന്നിട്ട് ഈ വടിയും കുത്തിപ്പിടിച്ച് ഞാൻ ഈസി ആയിട്ട് പോയിട്ട് ഈശോയുടെ അടുത്ത് പോയി ഈ കൈ പൊക്കുകയില്ലായിരുന്നു, ഈ കയ്യിനെ ഇങ്ങനെ പൊന്തിച്ചിട്ട് ശരിക്കും ഞാൻ ഈശോനെ തൊട്ടു. അത് എനിക്ക് ഭയങ്കര എന്താ പറയുക, എന്നെ വിശ്വാസം കൂടുതൽ ഇതായി. കാരണം എൻ്റെ ഈശോ എൻ്റെ മാതാവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള അതോടെ എനിക്ക് വല്ലാത്തൊരു ഇതായിപ്പോയി. അങ്ങനെ ഞാൻ അത് പ്രാർത്ഥിച്ചു വേഗം വന്ന് ഞാൻ റൂമിൽ കിടന്നിട്ട് ആരോടും പറഞ്ഞില്ല. മോനോട് പറഞ്ഞാൽ മോൻ വഴക്ക് പറയും, എനിക്കറിയാം അവൻ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ തനി ഇഷ്ടം ചെയ്തു എന്ന് പറയില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ അവനോട് പറഞ്ഞേ ഇല്ല. ഇപ്പം ഇവിടെ വളരെ കൂട്ടുകാരോട് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു, എടി ഞാനിങ്ങനെ പതുക്കെ നടന്നു. അയ്യോ നീ നടന്നാ? നടന്നിടി പിന്നെ, എന്തിനും ഞാൻ നടക്കണമല്ലോ, എനിക്കിനി ആൽവിൻ എന്നെ തുടരുത്, എനിക്ക് ബാത്റൂമിലെ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണം, ഇതാണ് എൻ്റെ മാതാവിനോട് പ്രാർത്ഥന. അതും കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മാതാവിനോട് പറഞ്ഞേ, മാതാവ് എനിക്ക് ബാത്റൂമിലൊക്കെ പോകാനൊന്ന് സഹായിക്കണേ, തന്നെ എനിക്ക് ചെയ്താൽ വേറെ ഒന്നും വേണ്ട, എനിക്ക് ബാത്റൂമിലൊന്ന് പോയി കിട്ടണേന്നു. അതും നടന്നു. ഈ കുഞ്ഞ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇവ എന്നെ തുടയ്ക്കാനായിട്ട് ഒന്നും ചെയ്യണ്ട, നീ എന്നെ ബാത്റൂമിൽ കൊണ്ടുപോയേ. അമ്മ എന്തിട്ട് പറയണേ, അമ്മയ്ക്ക് അല്ലെങ്കിൽ ഇപ്പോൾ വാശി കൂടുതലായി, ഈ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ അമ്മയുടെ ഓർമ്മയൊക്കെ പോയി കിടക്കണോ? അല്ല മാതാവൻ എൻ്റെ കൂടെ ഉള്ളത്, നീ എന്നെ കൊണ്ടുപോകുന്നു പറഞ്ഞു. അങ്ങനെ ബാത്റൂമിൽ കൊണ്ടുപോയി ഇരുത്തിയാൽ മതി എന്ന് പറഞ്ഞു, കസാരയിൽ കൊണ്ടുപോയി ഇരുത്തി നീ പൊക്കോന്ന് പറഞ്ഞു. ഞാൻ സുഖമായിട്ട് ആ വെള്ളം എടുത്ത് മേത്തൊഴിക്കലും ഈ കൈ കൊണ്ട് തന്നെ ഞാൻ ഓരോന്നും ചെയ്യൊക്കെ എൻ്റെ മാതാവ് നിൽക്കണവിടെ എനിക്ക് ഫീലേന, എൻ്റെ അടുത്ത് എൻ്റെ മാതാവ് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതെല്ലാം ചെയ്തു. ഈ കൊച്ചിന് ഭയങ്കര അതിശയം, എന്താ അമ്മയ്ക്ക് തന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റണ്ട? ഇല്ല പിന്നെ ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം, മോൻ കണ്ടില്ലേന്ന് ചോദിച്ചു. ഇതെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഞാൻ എന്താ പറയുക, 2 മാസത്തിനുള്ളിൽ നടന്നെന്നുള്ളതാ. രക്ഷപ്പെടുത്തിയത് എൻ്റെ മാതാവ് ഈശോയാണ്. എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് തീരില്ല. കാരണം ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് പറയുന്നത് എനിക്കറിയില്ല.
അത്രയ്ക്ക് എൻ്റെ കൃപാസമാധാനം ഇപ്പോഴെന്നെ ചേർത്തി പിടിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ സാക്ഷ്യം പറയാൻ ഇവിടെ നിൽക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഒരാഴ്ചയായി ഞാൻ മാതാവിനോട് ഒരുങ്ങായിരുന്നു, എന്നെക്കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കണേ, അവിടെ ഒരു തടസ്സമില്ലാണ്ട് എൻ്റെ കൂട്ടുകാർക്ക് എന്നെ കൊണ്ടുപോകാൻ പറ്റണേ. എന്താ എനിക്ക് ബസ്സിൽ കയറാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ട്രെയിനിൽ കയറി. അപ്പോൾ കേൾക്കണം, ട്രെയിനിൽ കയറി ഞാൻ. അപ്പോൾ ഞാനും അതിശയിച്ചു, ഈ ട്രെയിനിൽ കയറിയപ്പോഴും മാതാവ് എന്നെ പിടിച്ച് കയറ്റണമാതിരി. ബിസിനസ്സിൽ ഞാൻ ഇറങ്ങി വണ്ടി ഓടിച്ചു. ഞാൻ വണ്ടി എടുക്കരുതെന്ന് പറഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞ് വണ്ടി എടുത്തിട്ട് എൻ്റെ മാതാവ് എന്നെ ഇങ്ങനെ വഴി നടത്താം. ഒരു രക്ഷയിലോട്ടോ. എൻ്റെ മാതാവ് എനിക്ക് തരുന്ന അനുഗ്രഹങ്ങൾ 1-2 അല്ല. ഈ ബിസിനസ്സിനാണെങ്കിൽ ഓൺലൈൻ ബിസിനസ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ എന്നെ ഞങ്ങൾക്ക് അത് വേണം ഇത് വേണം. ഇപ്പം ഞാൻ ഫോൺ ഓഫാക്കി വെച്ചിട്ടാണ് വന്നേക്കണേ. അത്രയും തുണികൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇനി ഒരുപാട് ഫ്രണ്ട്സ് എൻ്റെ മുന്നിൽ പുതിയ ആളുകൾ എൻ്റെ മാതാവ് കൊണ്ടുവന്ന് തന്നു. അപ്പോൾ ഇനി എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എൻ്റെ മോൻ്റെ ജീവിതവും അല്ലെങ്കിൽ എൻ്റെ ആധാരം എല്ലാം ഞാൻ എടുക്കും, പണിയെടുത്തിട്ട് എടുക്കും. എനിക്ക് നല്ല വിശ്വാസം. കാരുണ്യ പ്രവൃത്തി എന്ന് വെച്ചാൽ ഞാൻ നല്ലപോലെ ചെയ്തായിരുന്നു കേട്ടോ, വെറുതെ പറയണതല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു രോഗികളൊക്കെ കാണണം, അവർക്ക് എന്തെങ്കിലും എൻ്റെ അവസ്ഥയിൽ നിന്നിട്ട് ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ആരും ഇല്ലാത്ത ഒരവസ്ഥയിൽ വരുമ്പോൾ അവരുടെ അടുത്ത് ഞാൻ പോകുമായിരുന്നു, മരുന്ന് വാങ്ങിച്ചു കൊടുക്കും. പിന്നെ അവർക്ക് എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ ഒക്കെ ഞാൻ ചെയ്തു, ഒക്കെ ഓടും. ഈ വണ്ടി കൊണ്ട് ഞാൻ എല്ലായിടത്തും മേട്ടിപ്പാടം ഇവർക്കൊക്കെ അറിയാം, എൻ്റെ കൂട്ടുകാരിലൊക്കെ. ഞാൻ ആ മേട്ടിപ്പാടം മൊത്തം ഓടി എല്ലാ കാര്യം ചെയ്യും, പള്ളിയിലെയും കാര്യങ്ങൾ ചെയ്യും. എന്ത് വേണം എങ്ങനെ വേണം, കാശില്ല എന്നുള്ളൂ, ഞാൻ എല്ലാം ഓടി ചെയ്യുമായിരുന്നു കേട്ടോ. പിന്നെ ചെറിയ സഹായം ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ പ്രാർത്ഥന, ബൈബിൾ വായന, പ്രേക്ഷിത വർധന വെച്ചാൽ ഞാൻ പത്രമെല്ലാം ഞാൻ വാങ്ങിച്ച് കൊടുത്തതിൽ കണക്കില്ല കേട്ടോ. ഞാൻ പത്രമൊക്കെ ഞാൻ കൊണ്ടുപോയണ്ടല്ലോ, വീട്ടിൽ ഞാൻ വയ്ക്കില്ല, എനിക്ക് വയ്ക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ വിചാരിക്കും ദൈവമേ ഈ പത്രം ഇവിടെ വെച്ചാൽ മാതാവിന് ഒരു വില കൊടുക്കണ്ടെന്നുള്ളൂ. അന്ന് തന്നെ ഞാൻ പത്രം ഒരു കെട്ടൊക്കെ തീർത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ 3 കെട്ട് ഞാൻ കലൂർ പള്ളിയിൽ പോയിട്ട് അവിടെ നിന്നുകൊണ്ടും അല്ലെങ്കിൽ ആ പരിസരത്തും ഞാനും മോനും കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ ചാലക്കുടി കിടക്കണം, മേട്ടിപ്പാടം കിടക്കണേ, ഞാൻ കലൂർ പള്ളിയിൽ പോകണമെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ പറയുന്നു എൻ്റെ മാതാവ്. ഞാൻ അറിയാത്ത ആളുകളുടെ ഇടയ്ക്ക് പോയി ഈ പത്രം ഉടനെ ഞാൻ എത്ര തിരക്കുണ്ടായാലും ഞാൻ കൊടുക്കണമായിരിക്കും. എൻ്റെ ബിസിനസ്സെല്ലാം ഞാൻ സ്റ്റാർട്ട് ചെയ്തു, നല്ലപോലെ ബിസിനസ്സെല്ലാം നടക്കുന്നുണ്ട്. ഉടമ്പടി തൈലം പിന്നെ ഭയങ്കര അത്ഭുതമാണ്. ഉടമ്പടി തൈലമാണ് ഈ വേദന വരുമ്പോൾ എല്ലാം ഞാൻ പുരട്ടുന്നത്. ഒരു മരുന്നും ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ട് കഴിച്ചിട്ടേ ഇല്ല. ഈ ഉടമ്പടി തൈലവും തേനും ഉപ്പും മാത്രമാണ് എൻ്റെ മരുന്ന്. എൻ്റെ ഈശോ മാതാവ് പറയുന്നുണ്ടായിരുന്നു, നീ ഭയപ്പെടേണ്ട, നീ പേടിക്കുകയും വേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടല്ലോ. പിന്നെ നീ ആരെ ഉപദേശം കേൾക്കുകയും വേണ്ട, നീ ആരോട് ചെന്ന് സങ്കടം പറയും വേണ്ട, നിനക്ക് ജപ്തിയാണോ, നിനക്ക് ആരുമില്ല, ഒന്നും വേണ്ട, ഞാൻ നടത്തി തരുമെന്ന് പറഞ്ഞ മാതിരിയാണ് ഇപ്പം എൻ്റെ കാര്യങ്ങൾ. ഞാൻ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങൾ എനിക്ക് മറന്നു പോവാം. എനിക്ക് ഓർമ്മക്കുറവ് ഈ ആക്സിഡൻറ്റിലുണ്ട്. ഒരുപാട് പുതിയ കാര്യങ്ങൾ നടത്തുമ്പോഴാണ് ഞാൻ ആലോചിക്കുക, ഇതെങ്ങനെ സംഭവിച്ചു, ഈ മാതാവാണല്ലോ ഇത് നടത്തിയത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ. എല്ലാത്തിനും നന്ദി പറയാണ്. എല്ലാം എനിക്ക് ഇനി ഈ ഉടമ്പടി പത്രത്തിൽ ഞാനിപ്പോൾ ഒന്നും ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ എഴുതിയത് ഇത്രയേ ഉള്ളൂ. എനിക്ക് എൻ്റെ മാതാവിനോട് ചേർന്ന് നിൽക്കാനുള്ള അനുഗ്രഹം മാത്രമേ ഞാൻ വൈദിക്കണത്. പിന്നെ എൻ്റെ കൂട്ടുകാരികൾക്ക് മാത്രമേ ഞാൻ ഒരു നിയോഗം വച്ചിട്ടുള്ളൂ. എൻ്റെ മോനും ഞാനും ഇത് മാതാവിനോട് ഈശോട് മാത്രം, എനിക്ക് ഒരാവശ്യം വേണ്ട, എല്ലാം എനിക്ക് നടത്തി തരണുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അപേക്ഷിച്ച് പറഞ്ഞിരിക്കണത് ഈ ഉടമ്പടിയിൽ. അതുപോലെ തന്നെ എല്ലാത്തിനെയും നന്ദി പറയുന്നു. ഈശോട് 1000 നന്ദി പറയുന്നു ഞാൻ ഇവിടെ നിന്ന്. എനിക്ക് പറയാൻ